എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം രോഗങ്ങളും പാചക എണ്ണയും എന്നുള്ളതാണ്. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ പാചക എണ്ണ എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെ വെജിറ്റബിൾ ഓയിൽസ് ആണോ, അല്ലെങ്കിൽ നമ്മളുടെ ഫാറ്റുകൾ പെടുവോ, അതിൽ ആനിമൽ ഫാറ്റ് പെടുവോ, ഇങ്ങനെ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അതൊക്കെ ഇതിൽ വരുന്നതാണോ എന്നൊക്കെയാണ്. നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ നമ്മൾ യൂഷ്വലി ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ പണ്ട് ഏറ്റവും ഇതായിട്ട് നമ്മൾ ബട്ടർ, നെയ്യൊക്കെ ആയിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുപോലെ ആനിമൽ ഫാറ്റ്, പോർക്ക് അല്ലെങ്കിൽ നമ്മൾ ആനിമൽ ഫാറ്റും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയാണ് അതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഈ എണ്ണക്കുരുക്കൾ കൂടുതൽ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് വെജിറ്റബിൾ ഓയിൽ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളരെ മിനിമം നമ്പർ ഓഫ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണ് വെളിച്ചെണ്ണയാണ് നമ്മൾ കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു, പലതരം എണ്ണകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം എന്ത് ഓയിലിൽ എന്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ പാചക എണ്ണ എന്ന് പറയാം. പിന്നെ നമ്മളുടെ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ല, നമ്മുടെ ബോഡിയെ, നമ്മുടെ ഭക്ഷണമാണല്ലോ നമ്മുടെ ശരീരമായിട്ട് മാറുന്നത്. അപ്പം അതിൽ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ബിൽഡിങ് ഘടകമാണ്. അതുപോലെ തന്നെ അതൊരു എനർജിക്ക് വേണ്ടിയിട്ടും കൂടെയാണ് വരുന്നത്. അപ്പം അത് ഏത് പർപ്പസിന് യൂസ് ചെയ്യുന്നു എന്നും കൂടെ അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഹെൽത്തുമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുക. പിന്നെ നമ്മളുടെ ഭക്ഷണത്തിലുള്ള, അതായത് നമ്മൾ വെളിച്ചെണ്ണ കഴിക്കുന്നതും തേങ്ങ കഴിക്കുന്നതും, തേങ്ങയ്ക്കകത്തും വെളിച്ചെണ്ണയുണ്ട്. അതുപോലെ എണ്ണക്കുരുക്കളോ അല്ലെങ്കിൽ എണ്ണ കൂടുതലുള്ള നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും ഫൈനലി അത് നമ്മുടെ ഉള്ളിലേക്ക് ഓയിലായിട്ട് തന്നെയാണ് ചെല്ലുന്നത്. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് ആണ്. ഏത് ഫോമിലുള്ള ഫാറ്റാണെങ്കിലും, വെജിറ്റബിളിൽ നിന്നുള്ളതാണേലും ആനിമലിൽ നിന്നുള്ളതാണേലും പാലിൽ നിന്നുള്ളതാണേലും മുട്ടയിൽ നിന്നുള്ളതാണേലും എല്ലാം ട്രൈഗ്ലിസറൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ അനുസരിച്ചായിരിക്കും അത് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് വരുന്നത്. പൊതുവെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള ഒരു ഫീലിംഗ്. നേരെ അതിൻ്റെ വിപരീതമായിട്ടുള്ള, വെളിച്ചെണ്ണ കുഴപ്പമില്ല, നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലുള്ളവർക്ക് എന്നുള്ള ഒരു ഫീലിംഗ്. പിന്നെ ജനറലി ഈ വേറെ പല ടൈപ്പ് എണ്ണകൾ മാർക്കറ്റിലേക്ക് ഇങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് പലരും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ പുതിയ പുതിയ ഓരോ എണ്ണകളും അതിൻ്റെ മിക്സുകളും ഒക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരന് പറ്റുക? നമ്മുടെ ട്രഡീഷണൽ നമ്മളുടെ നോളജുകളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് 100 ഇയേഴ്സ് ബാക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അതിൽ നിന്ന് മാറിപ്പോയി. കാരണം ബിക്കോസ് ഓഫ് ഈ ഇങ്ങനെ ഗ്ലോബലൈസേഷനും മിക്സിങ്ങും എല്ലാം കൂടെ വന്നപ്പം നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഈവൻ 100 ഇയേഴ്സ്, ഈവൻ 50 ഇയേഴ്സ് ബാക്ക് വരെ നമ്മൾ മെയിൻലി അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് 10-20 ഇയേഴ്സ് ആയിട്ട് നമുക്കൊരു എവിടെ ഉണ്ടാക്കുന്ന സാധനവും നമുക്കിവിടെ കിട്ടും. അറബ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന ഒളിവ് ഓയിലും കിട്ടും, അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഒളിവ് ഓയിലും. പിന്നെ ഈ ഫാർമിംഗ് ഒക്കെ അങ്ങ് മാറിപ്പോയി. അപ്പോൾ എല്ലാത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. ഈവൻ നമ്മളുടെ ഈ മോഡിഫിക്കേഷനും GM അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം വന്നതോടുകൂടി നമ്മൾ പഴയ ഫുഡ് ഹാബിറ്റിലും പഴയ ഫുഡ് കിട്ടിയിരുന്ന അന്നത്തെ പഴയ തക്കാളിയല്ല ഇന്നത്തെ തക്കാളി. അത്രയധികം വ്യത്യാസങ്ങൾ. അന്നത്തെ റൈസ് അല്ല ഇന്നത്തെ റൈസ്. കാരണം അതിനകത്തൊക്കെ ഒത്തിരി മോഡിഫിക്കേഷനും ഈ കൃഷി രീതികളിലും എല്ലാം വന്ന വ്യത്യാസങ്ങൾ വന്നതൊക്കെ ജനറ്റിക് മോഡിഫിക്കേഷൻ തന്നെ വന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഓയിലിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഒരു 50 ഇയേഴ്സ് ബാക്കാണ് നമ്മൾ കോക്കനട്ട് ഓയിലാണ് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആകെ ഉള്ളത് നമ്മൾ നല്ലെണ്ണയാണ്, എള്ളെണ്ണയാണ് പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പാം ഓയിൽ രംഗപ്രവേശം ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ എണ്ണ അല്ലെങ്കിൽ പിന്നെ ആനിമൽ ഫാറ്റ്,
പിഗിൻ്റെ ഓയിലും അങ്ങനത്തതും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇതാണ് നമ്മുടെ കുക്കിംഗ് ഓയിലായിട്ട് വന്നിരിക്കുന്നത്. ഇന്നാണ് ഇപ്പം നമ്മൾ കടയിൽ ചെന്ന് നമ്മൾ വെജിറ്റബിൾ ഓയിൽ എന്നാണ്, അത് ഏതാണെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജനേറ്റഡ് ഓയിലാണ്. ഹൈഡ്രജനേറ്റഡ് ഓയിൽ അത് വേറൊരു കാറ്റഗറി ആയിട്ടാണ് വരുന്നത് അതിനകത്ത്. അപ്പം ഇതെല്ലാം എന്തുകൊണ്ട് ഈ വേരിയേഷൻസ് വന്നു എന്നുള്ളതെന്ന് വെച്ചാൽ, ഈ 100 years ബാക്ക് നമുക്കുണ്ടായിരുന്ന ട്രഡീഷണൽ നോളജും ട്രഡീഷണലായിട്ട് കിട്ടുന്നതും, പിന്നെ ന്യൂവർ സയൻറ്റിഫിക് ഡിസ്കവറീസ് എന്നുള്ളതുപോലെ വന്ന് നമ്മളെന്താ ഓയിലിൻ്റെ സ്മോക്കിംഗ് പോയിന്റ് അങ്ങനത്തെയൊക്കെ ബേസിൽ നമ്മൾ സോയിലിനെ തരംതിരിക്കാൻ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ സ്മോക്കിംഗ് പോയിന്റ് കൂടുതലുള്ള ഓയിലാണെങ്കിൽ അത് കുറച്ചും കൂടെ ബേക്കിങ്ങിനും ഫ്രൈയിങ്ങിനും ഒക്കെ ബെറ്റർ ആണെന്നുള്ളതും, അങ്ങനെ പല ക്വാളിറ്റീസ് വന്ന് അങ്ങനത്തെ കുറേ കൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവന്നാണ് നമ്മൾ ചേഞ്ച് വന്നത്. അപ്പോൾ എന്താ, കോക്കനട്ട് ഓയിൽ കൊള്ളൂല, അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്, അത് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കും എന്നും പറഞ്ഞായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഐ തിങ്ക് അറൗണ്ട് ഒരു 50 years ബാക്ക് ഞാനൊക്കെ മെഡിസിനൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് എല്ലാവരും സൺഫ്ലവർ ഓയിൽ, ഹാർട്ട് പേഷ്യൻസിന് എല്ലാം കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ റെക്കമെൻഡ് ചെയ്യും. വെളിച്ചെണ്ണ ആരും തൊടരുത്, ഹാർട്ട് വന്നാൽ പിന്നെ ആരും വെളിച്ചെണ്ണ തൊടരുതെന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു അന്ന്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നു. സയൻറ്റിഫിക് നോളജിന് വളരെ ക്ലിയർ ആണ് എന്താണ് ഓരോ ഓയിലിലുള്ളത്, എന്താണ് ഗുണം ഉണ്ടാക്കുന്നത്, എന്താണ് ദോഷം ഉണ്ടാക്കുന്നത്. അതിലിപ്പം നമ്മൾ ആദ്യം നമ്മൾ ഏത് ഓയിലും നമ്മൾ ആരെങ്കിലും വെളിച്ചെണ്ണ നല്ലതാണെന്നോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നല്ലതാണെന്നോ അല്ലെ വെളിച്ചെണ്ണ മോശമാണെന്നോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചീത്തയെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഏത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കണം എന്നുള്ളതിന് നമുക്ക് വളരെ ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ എണ്ണ എന്ന് പറയുമ്പോൾ അത് ട്രൈഗ്ലിസറൈഡ് ആണ്. അപ്പോൾ അതിനൊരു ഗ്ലിസറിൻ ആറ്റം ഉണ്ട്, അതിൽ 3 ബോണ്ടുകൾ വരാം, അതിൽ ഓരോന്നേലും ഫാറ്റി ആസിഡ്സ്, ട്രൈഗ്ലിസറൈഡ് ആണ്. ഗ്ലിസറിൻ ആറ്റത്തിൽ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും. ഈ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, കാർബണും ഹൈഡ്രജനും വെച്ചൊരു ചെയിനായിട്ട് കാർബണും ഹൈഡ്രജനും കിടക്കുകയാണ്. അതിൻ്റെ അറ്റത്തൊരു കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്ക് ഒരു COOH ഉണ്ടാകും, ഒരു ആസിഡ് യൂണിറ്റ്, അതായത് ഒരു ആസിഡിൻ്റെ ഒരു ഇതും കൂടെ വേണം. ഇതാണ് ഒരു മറ്റേ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അതും കൂടെയാണ് ആസിഡും ഈ ട്രൈഗ്ലിസറിനും തമ്മിൽ അതിൻ്റെ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഫാറ്റി ആസിഡ്സ് ആണ്, ഗ്ലിസറിൻ എല്ലാം ഏത് ഓയിലിലാണേലും സെയിം ആണ്. ഈ ഫാറ്റി ആസിഡ് മാറുന്നതനുസരിച്ച് ഓയിലിൻ്റെ ക്വാളിറ്റി മാറും, അതിൻ്റെ ഹെൽത്ത് ഇഫക്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഈവൻ നമ്മളുടെ ബോഡി അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതികളും മാറും. അവിടെയാണ് നമ്മൾ ഈ ഡിസ്റ്റിങ്ഷൻ വരുത്തുന്നത്. പിന്നെ അതിൻ്റെ ചെയിൻ, ഫാറ്റി ആസിഡ് ഇങ്ങനെ കുറേ യൂഷ്വലി നമ്മൾ ഈ വെജിറ്റബിൾ ഓയിൽസിലൊക്കെ കാണുന്ന 18 കാർബൺ ആറ്റം, അതായത് കാർബൺ ആറ്റംസും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 18 എണ്ണത്തിൻ്റെ ഒരു ലെങ്തിലുള്ളതായിരിക്കും. അതേസമയത്ത് വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേകത ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും, അതിന് 8ഉം 10ഉം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണെങ്കിൽ ബോഡിക്ക് യൂസ് ചെയ്യാൻ കൂടുതൽ നമ്മുടെ ശരീരത്തിന് എനർജിയാക്കി മാറ്റാൻ മോർ എളുപ്പമാണ്. പിന്നെ അതിനകത്തെ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ, അൺസാച്ചുറേഷൻ വരുമ്പോൾ മോണോ അൺസാച്ചുറേഷൻ, അതാണ് നമ്മൾ ഈ ഓളിവ് ഓയിലിനകത്തുള്ളത് മെയിൻലി മോണോ അൺസാച്ചുറേറ്റഡ് ആണ്. നമ്മുടെ വെളിച്ചെണ്ണയിൽ ഏകദേശം മൊത്തവും തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതിൽ തന്നെ സ്മോൾ ഷോർട്ട് ചെയിൻ, മീഡിയം ചെയിൻ, ലോങ് ചെയിൻ എന്നും പറഞ്ഞുണ്ട്. പിന്നെ ഈ മറ്റുള്ള വെജിറ്റബിൾ ഓയിലെല്ലാം തന്നെ 18 കാർബൺ ആറ്റംസ് ആയിരിക്കും, ലോങ് ചെയിൻ തന്നെയാണ്. അതിൽ തന്നെ ഒലിവ് ഓയിലിനകത്താണെങ്കിൽ ഒരു മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ്. ആക്ച്വലി അതാണ് ഈ ഒലിവ് ഓയിലിൻ്റെ ഗുണമുണ്ട്. ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നൊക്കെ പറയുന്നത് ഒലിവ് ഓയിൽ നല്ലതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബാക്കിയുള്ള നമ്മൾ സാധാരണ പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു കാലത്ത് നല്ലതായിരുന്നു എന്ന് പറയുന്ന ഹാർട്ട് പേഷ്യൻസിനൊക്കെ കൊടുത്തത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിലിൽ 2 ഡബിൾ ബോൺസ് വരും, അതായത് omega-6 ഗ്രൂപ്പിൽപ്പെട്ടതാണത്. അത് കൂടുതലായി ഓൾമോസ്റ്റ് 70% omega-6 ആണ് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ഏറ്റവും നല്ലതാണെന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, ഈ വാൾനട്ടിലൊക്കെയുള്ള ഓയിൽ, അതിനകത്ത് omega-3 കൂടെ ഉണ്ട്. അതാണ് ഈ
നട്ട്സ് നല്ല നട്ടാണെന്ന് പറയുന്ന എല്ലാം omega-3 ഉള്ളതിൻ്റെ പേരിലാണ്. omega-6ഉം omega-3യും ശരിക്കും പറഞ്ഞ അതിന് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഈ എനർജി ഉപയോഗത്തിന് നല്ലതാണ്. നമ്മൾ ഫാറ്റ് നമ്മുടെ എനർജി ആയിട്ട് മാറ്റാനാണെങ്കിൽ വെളിച്ചെണ്ണയിലെ ഫാറ്റ് ഇസ് ദ ബെസ്റ്റ് എനർജി ഉപയോഗത്തിന്. ബാക്കിയുള്ളത് വരുമ്പോഴേക്കും 18 കാർബണാണ്, കുറച്ചും കൂടി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ജനറലി സാച്ചുറേറ്റഡ് ഫാറ്റിനേക്കാൾ വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതൽ. ബാക്കിയുള്ളതെല്ലാം ഒളിവ് ഓയിലാണെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ്, അത് നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിച്ചാലും നല്ലതാണ്, ഫാറ്റ് എനർജിക്കും ഉപയോഗിക്കാം. omega-6ഉം omega-3യും ഓൾസോ ബോഡി ബിൽഡിങ്, അതായത് നമ്മളുടെ ബോഡിയിലെ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുകൾ ഉണ്ടാക്കാനും വേണ്ടതിനാണ് നമ്മളിപ്പോഴും ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഫാറ്റ് നമുക്കറിയാമല്ലോ, നമുക്കൊരു റിസർവ് ഫാറ്റ് പോലെ നമ്മുടെ ഫാറ്റാണ് നമ്മുടെ ബോഡിയിൽ ഷേപ്പ് കൊടുക്കുന്നത്, അതിനും നല്ലതാണ്. പിന്നെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. omega-6 എന്ന് പറയുന്ന 2 ഡബിൾ ബോണ്ട് ഉള്ളതിനാണെങ്കിൽ അതിൻ്റെ ഇൻഫ്ലമേഷൻ ലെവൽ കൂടുതലാണ്. ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറയുക, അങ്ങനെ കൂടുതലുള്ളതാണ്. omega-3 ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിഷ് ഓയിലിലും ഈ വാൾനട്ടിലും ഒക്കെ ഉള്ളത് നല്ലതാണെന്ന് പറയുന്നത്. അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. മറ്റേത് ഡിഫെൻസിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ അത് കൂടി പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നത് ഈ ഇൻഫ്ലമേഷൻ കൂടി ഡിഫെൻസീവ് ആക്ടിവിറ്റീസ് കൂടുന്നത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അതത്ര ഇതല്ല. പിന്നെ ഉള്ളത് നമ്മളെ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്. അത് ഈ നമ്മളുടെ ഈ ഡബിൾ ബോൺസ് ഉള്ള ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെയൊക്കെ ഹൈഡ്രജനേറ്റ് ചെയ്ത് ഹൈഡ്രജൻ അതിനകത്തോട്ട് കയറ്റി ആ ബോണ്ടൊക്കെ ക്ലീൻ ആക്കി വെക്കുകയാണ്. അത് ശരിക്കും ഇപ്പോഴത്തെ സയൻറ്റിഫിക് നമ്മളുടെ നോളജ് അനുസരിച്ച് അത് നമ്മുടെ ബോഡി ബിൽഡിങ്ങിനൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ സെല്ലിൻ്റെ ഏജ് കുറഞ്ഞു പോകും. കാരണം അത് സെല്ലുകളെ സ്റ്റിഫാക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അത് കയറുന്നതനുസരിച്ച് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബേസിക്കലി നമ്മുടെ ഏജിങ് കൂടും, സെല്ലിൻ്റെ ഏജിങ് കൂടും, ബോഡിയുടെ ഏജിങ് കൂടും, അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടും. പിന്നെ അത് നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാര്യം ശരിയായിരിക്കും, അതിന് നമ്മളത് അങ്ങനെ ഈ ഹൈഡ്രജനേഷൻ എന്നുള്ള ഐഡിയ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആയിരിക്കുമ്പോൾ അതിന് ഈ സ്മോക്കിംഗ് പോയിന്റ് കുറവാണ്. പിന്നെ അത് ഓക്സിഡൈസേഷൻ, നമ്മൾ ഈ ചൂടൊക്കെ ആക്കി കഴിയുമ്പോൾ ഓക്സിഡൈസ്ഡ് ആയി പോകും. അപ്പോൾ അതൊരു ഡാമേജിങ് ആണ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ കാര്യം പുതിയത് കണ്ടുപിടിക്കും. അത് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴാണ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് അറിയുക. അപ്പം നമ്മൾ അതിൽ നിന്ന് മാറും. ഇപ്പം നമ്മൾ ഹൈഡ്രജനേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനകത്ത് ട്രാൻസ് ഫാറ്റ് ഉണ്ടാകും. ട്രാൻസ് ഫാറ്റ് വളരെ ഹെൽത്തിന് ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പം നമുക്ക് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ട്രാൻസ് ഫാറ്റിൻ്റെ അളവ് റെസ്ട്രിക്റ്റ്, ഈവൻ നമ്മളുടെ FSSAI ഒക്കെ ആണെങ്കിലും ട്രാൻസ് ഫാറ്റിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടുള്ള റൂൾസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതാണ്. അപ്പം നമ്മുടെ കോമ്പോസിഷൻ അനുസരിച്ച് ആ ഫാറ്റ് വെളിച്ചെണ്ണയാണേലും ഏതെണ്ണയാണേലും നമ്മളുടെ ആവശ്യം അനുസരിച്ച് അതിൻ്റെ കോമ്പോസിഷനാണ് അതിനകത്ത് പ്രധാനം വരുന്നത്. അപ്പം അത് മനസ്സിലാക്കി വേണം നമ്മൾ എണ്ണകൾ ഉപയോഗിക്കാൻ. ഈ എണ്ണയുടെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഉള്ള ഒരു സംസാരം എന്താണെന്ന് വെച്ചാൽ, ഈ വിസിബിൾ ആയിട്ടുള്ള എണ്ണയുണ്ട്, കാണുന്ന എണ്ണയുണ്ട്, കാണാത്ത എണ്ണയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന എണ്ണകളായിട്ടുള്ളതും കാണാൻ പറ്റാത്തത്. അപ്പോൾ ഈ പൊതുവെ പറയുന്നത് ഈ ബേക്കറി ഐറ്റംസിൽ സാധാരണ ഇതിൽ ഈ ബേക്ക് ചെയ്യുന്ന ഐറ്റംസിൽ നമ്മൾ എണ്ണയായിട്ട് അങ്ങനെ കാണാറില്ല. അതുകൊണ്ടാണ് ഈ എണ്ണയുടെ ഉപയോഗം കുറേയൊക്കെ അറിയാതെ പോകുന്നത്. അത് എത്രമാത്രം ശരിയാണ്? കാണുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയായിട്ട് കണ്ട് കുക്കിങ്ങിനകത്ത് നമ്മൾ കടുക് വറുക്കാനോ ഫിഷ് ഫ്രൈ ചെയ്യാനോ അല്ല മീറ്റ് ഫ്രൈ അങ്ങനത്തേന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പം ഈ മീറ്റൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഫ്രൈ ആകുമ്പോഴേക്കും അതിനകത്ത് കുറേ നമ്മൾ തിളപ്പിച്ച് ഊറ്റിക്കളയുമ്പോൾ നമ്മുടെ കുറേ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞ പോലെ പ്രത്യേകിച്ചും ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എല്ലാം അതിനകത്ത് നമ്മളങ്ങ് ഡ്രൈ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും മാറിപ്പോകും. പിന്നെ ഈ ഡ്രൈ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഈ ഓക്സിഡൈസേഷൻ വരും ഈ ഓയിലിന്. അപ്പോൾ ഓയിലിൻ്റെ നേച്ചർ മാറിപ്പോകും. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഒത്തിരി എണ്ണയിലിട്ട് പിന്നെയും ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, കുറച്ച് നാളിട്ട് കഴിയുമ്പോഴേക്കും എണ്ണ ഇങ്ങനെ സ്മോക്കിംഗ് പോയിന്റ് കൂടുതൽ നിന്ന് കഴിയുമ്പോൾ കറുത്ത് വരും.
അതെങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ഇതിനകത്ത് ആ ഇട്ട സാധനത്തിനകത്ത് തന്നെ ന്യൂട്രിയൻസും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇറങ്ങി അതെല്ലാം കൂടെ കറുത്ത് അതിന് കെമിക്കൽ ചേഞ്ച് വരും. അങ്ങനെയാണ് അതിന് ഒരു കാർസിനോജൻ ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ള ഒരു സാധനമായിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള എണ്ണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേങ്ങയിൽ ആട്ടിയെടുത്താൽ വെളിച്ചെണ്ണയാകും. പക്ഷെ നമ്മൾ തേങ്ങ കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എണ്ണ കാണുന്നില്ല. നമ്മൾ തോരനായിട്ടും ഒക്കെ തേങ്ങ ഉപയോഗിക്കും. അതിനകത്ത് എണ്ണയും നമ്മൾ കാണുന്നില്ല, പക്ഷെ അതിനകത്ത് എണ്ണയുണ്ട്. അതുപോലെ നമ്മൾ കശുവണ്ടിയും കപ്പലണ്ടിയും ബദാമും ഒക്കെ തിന്നുമ്പോൾ അതിനകത്ത് എണ്ണ നമ്മൾ കാണുന്നില്ല, പക്ഷെ അതിനകത്ത് 60% എണ്ണയാണ്. നട്ട്സുകളിലൊക്കെ ഓൾമോസ്റ്റ് 40 to 60% എണ്ണയാണ്. വെളിച്ചെണ്ണയാണെങ്കിലും ഡ്രൈ വെളിച്ചെണ്ണയായിട്ട് നമ്മൾ കൊപ്രയ്ക്കകത്ത് ഏകദേശം 60% എണ്ണയാണ്. അപ്പം ആ എണ്ണകളൊന്നും നമ്മൾ കാണാതെ പോകും. അതാണ് നമ്മൾ പറയുന്നത് കാണാത്ത എണ്ണയും കാണുന്ന എണ്ണയും എന്നുള്ളത് വരുന്നത്. അപ്പം ഇതും ഫൈനലി വരുമ്പോൾ നമ്മളുടെ വയറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന എണ്ണയാണെങ്കിലും കാണാത്ത എണ്ണയാണെങ്കിലും നമ്മളുടെ സ്റ്റൊമക്കിനെ സംബന്ധിച്ചിടത്തോളം തേങ്ങയാണെങ്കിലും അതിലെ വെളിച്ചെണ്ണയാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അതിന് ഒരേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രോസസ്സിങ് പോകുന്നത്. അതാണ് ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബേക്ക്ഡ് ഐറ്റംസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ബേക്കറി ഐറ്റംസ് നമ്മൾ ആർട്ടിഫിഷ്യലി ഉള്ള എന്തും നട്ട്സും നമ്മൾ കുബേച്ച എന്നു പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൽ ബേസിക്കലി ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഹൈഡ്രജനേറ്റഡ് ഓയിലാണ്. ഓയിൽ ഇപ്പം നമ്മൾ ഡാൽഡയാണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കിട്ടുന്ന ശരിക്കും പറഞ്ഞ ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന, ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിൻ്റെ ബട്ടർ, നമ്മൾ പാല് തൈരാക്കി അത് കടഞ്ഞെടുക്കുന്നതാണ് ബട്ടർ. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ ചീസും ബട്ടറും നമ്മൾ മേടിക്കുന്നതൊക്കെ പലതും ആർട്ടിഫിഷ്യലാണ്. അത് ഈ ഹൈഡ്രജനേറ്റഡ് ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിലായിട്ടിരിക്കുന്നതിനകത്തോട്ട് ഹൈഡ്രജൻ കയറ്റിക്കഴിയുമ്പം അത് സോളിഡ് ഫാറ്റായിട്ട് മാറും, ഓർ സെമി സോളിഡ് ഫാറ്റായിട്ട് മാറും. നമുക്ക് കണ്ടിട്ടില്ലേ ഈ ഡാൽഡ ഒരുതരം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഗീ പോലെ ഇരിക്കും, പശു നെയ്യ് പോലെ ഇരിക്കും. അപ്പം ആ പശു നെയ്യ് പോലെ ഇരിക്കുമ്പം നമ്മൾ അതുകൊണ്ടാണ് പണ്ടൊക്കെ അതിന് പൂവമാൻസ് പാവപ്പെട്ടവരുടെ നെയ്യെന്നാണ് നമ്മൾ ഈ ഹൈഡ്രജനേറ്റഡ് ഓയിൽ. അപ്പം നമുക്ക് വളരെ ഹാപ്പിയാണ്, വളരെ ചീപ്പാണ്, ഇഷ്ടംപോലെ നെയ്യ് ബിരിയാണിക്കൊക്കെ നന്നായിട്ടിടാം, കേക്ക് ഉണ്ടാക്കാം. ഇതിനൊക്കെ നമ്മൾ ബട്ടറും നെയ്യും ഒക്കെ വേണമെങ്കിൽ ഒത്തിരി കോസ്റ്റ് കൂടുതൽ വരും. ഇത് വെരി ചീപ്പാണ്, ഫ്രീലി അവൈലബിൾ ആണ്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ചീപ്പാകാനും ഫ്രീലി അവൈലബിൾ ആകാനും കാരണം അത് എന്ത് എണ്ണയും വെച്ച് ഹൈഡ്രജനേറ്റ് ചെയ്യാം. അത് എന്താണെന്ന് പോലും അറിയേണ്ട കാര്യമില്ല. അത് കോൺ ഓയിലോ വോട്ടെവർ ദ ചീപ്പസ്റ്റ്, ഏത് സീഡിനകത്തും മിക്കവാറും പല സീഡ്സിനകത്തും ഒരു 60% തന്നെ ഓയിലുണ്ടാകും. ആ ഓയിൽ അത് എന്തും ആയിക്കോട്ടെ അതിനെ ഹൈഡ്രജനേറ്റ് ചെയ്ത് നമുക്ക് ഡാൽഡയാക്കി മാറ്റാം. അപ്പം അതിലാണ് പിന്നെ ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് കയറുമ്പോൾ അത് കൂടുതൽ, അതായത് ഇതെല്ലാം ഈ ഡബിൾ ബോണ്ട്സ് ആയിട്ട്, അതായത് ഡബിൾ ബോണ്ടായിട്ടിരിക്കാനാണ് സിംഗിൾ ബോണ്ടായിട്ട് മാറ്റുകയാണ് ഒരു ഹൈഡ്രജൻ ആറ്റം കൂടി ഇട്ട്. അപ്പോൾ അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ കോൺഫിഗറേഷൻ, അതിൻ്റെ ആ കെമിക്കൽ സ്ട്രക്ചറിന് വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്കതിനെ ബോഡി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ബേക്കറി ഐറ്റംസ്, സ്വീറ്റ്സ്, ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഓയിലാണ്. അതാണ് ബേക്കിങ്ങിന് പറ്റുള്ളൂ. നമുക്ക് നമുക്ക് ഗീ പോലും ഉപയോഗിച്ച് പല ഐറ്റംസും ബേക്ക് ചെയ്യാൻ പറ്റില്ല. ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന് പറ്റിയത്. അപ്പം നമ്മളുടെ ഈ ബേക്കിങ്ങും നമുക്കിങ്ങനെ ഓവനും അങ്ങനത്തെ സാധനങ്ങളും ബേക്കറി ഐറ്റംസും കൂടി വന്നതോടെ എല്ലാത്തിലും ഈ ഐറ്റംസാണ് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഹിഡൻ ആയിട്ടുള്ള ഓയിൽ, പ്രത്യേകിച്ച് ഈ പേസ്ട്രീസ് അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ക്രീമൊക്കെ ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഷുഗറും ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ഓയിലും കൂടി ഒരു പ്രത്യേക മിക്സാക്കി ചെയ്യുകയാണ്. നല്ല കണ്ടാൽ ഭയങ്കര ഭംഗിയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഒരു നല്ല വൈറ്റ് ക്രീം കണ്ടു കഴിഞ്ഞാൽ പാലിൻ്റെ ക്രീമാണെന്ന് തോന്നും. പക്ഷെ ഇന്ന് കിട്ടുന്ന അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കാം. ഈവൻ മിൽക്ക് ക്രീം, മറ്റേ വൈറ്റനർ, ഇപ്പം ചായയും കാപ്പിയും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ക്രീമായിട്ടും പൗഡറായിട്ടും കിട്ടും. ഈവൻ ഇന്ന് പൗഡറായിട്ട് മിൽക്ക് പൗഡർ എന്നുള്ള ഫോമിൽ പാലില്ലാത്ത മറ്റേ പൗഡറുകൾ അവൈലബിൾ ആണ്. അതിനകത്തൊക്കെ ഈ ഗ്ലൂക്കോസും ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും പിന്നെ അതിനകത്ത് ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാനും ഒക്കെ ഉള്ള സാധനങ്ങൾ ഇട്ട് എന്തും ബ്യൂട്ടിഫുൾ ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. ശരിക്കും അതാണ് ഇന്നത്തെ പ്രത്യേകത. നമ്മൾ
ഫുഡ് ഐറ്റംസും നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം മിക്കവാറും ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്, അത് ഏതിൽ നിന്ന് വരുന്ന ഓയിലാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അതും മൈദയും ഷുഗറും ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്വീറ്റ്സ്, ഈ ക്രീമുകൾ, ഇതിനെല്ലാത്തിനും വരുന്നത് അതാണ്. ഇപ്പം നമ്മൾ ചോക്ലേറ്റ് ഒക്കെ പോലെയുള്ള പല സാധനങ്ങളും കാണുമല്ലോ, ഈ കാഡ്ബറി അങ്ങനത്തെ പല ബ്രാൻഡുകൾ, പല വട്ടവർ സിറ്റി സ്വീറ്റ്സ് നമ്മൾ ഇതായിട്ട് കഴിക്കുന്നത്. ഇതിനകത്തെല്ലാം നമ്മൾ കണ്ടന്റ് എന്താണെന്ന് നോക്കുക. അതിനകത്ത് ബേസിക്കലി അത് ഏത് ഇതാണേലും അതിനകത്ത് ഫൈനലി വരുന്നത് ഒരു 40% ഓയിലുണ്ടാവും, പിന്നെ ഒരു 40% പിന്നെ മൈദ അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവും. പിന്നെ ബ്രാൻഡ് അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ കളർ അനുസരിച്ച്, രുചി അനുസരിച്ച് മാറ്റാനുള്ള കളറ്, ടേസ്റ്റ് മേക്കേഴ്സ്, പ്രിസർവേറ്റീവ്സ്, പിന്നെ ഇതാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഹിഡൻ ഫാറ്റാണ്. പിള്ളേർക്ക് നമ്മൾ ചോക്ലേറ്റും ഇങ്ങനത്തെ സ്വീറ്റ്സ് അല്ലേ പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരു പാക്കറ്റ്, ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നവരും അമേരിക്കയിൽ നിന്ന് വരുന്നവരും ന്യൂസിലൻഡിൽ നിന്ന് വരുന്നവരും എല്ലാം കെട്ട് കണക്കിന് കൊണ്ടുവരുന്ന ഈ സാധനമാണ്. ഇതിനകത്തെല്ലാം ഈ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, നല്ല വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 10% ചിലപ്പം മറ്റേ മിൽക്ക് പൗഡർ കാണും, മിൽക്ക് സോളിഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കണ്ടന്റ് ചെക്ക് ചെയ്താൽ ഈ വെജിറ്റബിൾ ഓയിൽ എന്നായിരിക്കും. ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ഒന്നും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല, വെജിറ്റബിൾ ഓയിൽ എന്നേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. വെജിറ്റബിൾ ഓയിൽ അത് ഏതാണെന്ന് നമുക്കറിയില്ല. അത് സ്വീറ്റ്സിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിലായിരിക്കും. പിന്നെ മൈദ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, പിന്നെ കുറച്ച് അതിൻ്റെ കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും ഒക്കെ എന്താണെന്ന് അവർ എഴുതേണ്ട ബാധ്യത അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് വരുന്നില്ല ഒരു പരിധി വരെ. കാരണം ഇത്ര ക്വാണ്ടിറ്റി കൂടുതലുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആഡഡ് നാച്ചുറൽ ഐഡൻറ്റിക്കൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് കാണുള്ളൂ. അപ്പം ബാക്കി കളറിന് വേണ്ടിയിട്ട് എന്തിട്ടു, പ്രിസർവേറ്റീവായിട്ട് എന്തിട്ടു, ടേസ്റ്റ് മേക്കറായിട്ട് എന്തിട്ടു, ഒന്നിനും കണക്കുകൾ ഉണ്ടാവില്ല. അതൊക്കെ എന്താണെന്ന് മോർ ദാൻ 10,000 മോർ അപ്രൂവ്ഡ് ഈ ഫുഡ് അഡിറ്റീവ്സ് ഉണ്ട്. അത് ഏതും ആകാം, അതെന്ത് ക്വാണ്ടിറ്റി വരുന്നു, അതിനൊന്നും നമുക്ക് കൺട്രോൾ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതായത് അതോറിറ്റീസിന് കൺട്രോൾ ചെയ്യാൻ വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താ FSSAI എല്ലാം കൺട്രോൾ ചെയ്തതിൽ അത് ഗൈഡ് ലൈൻസ് ഉണ്ടാകും, അതനുസരിച്ചും ചെയ്താൽ അതനുസരിച്ച് ഉണ്ടാക്കിയ സാധനം എന്ന് നമുക്ക് ഇഷ്ടം പോലെ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമാകാം. ഈ എണ്ണയുടെ കാര്യം, കുക്കിംഗ് ഓയിൽസിന്റെ കാര്യം പറയുമ്പോൾ ചിലർക്ക് ചില ഓയിൽസ് പിടിക്കാതെ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഓയിൽസ് അവർക്ക് മനസ്സിലാവില്ല, പക്ഷെ അവർക്ക് അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതേസമയം പലർക്കും അതേ ഓയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. അതെന്തുകൊണ്ടാണ്? അപ്പം ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിൽ നിന്ന് എനിക്ക് വളരെ ഇങ്ങനത്തെയൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ സാധാരണ ഒരു ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ കുക്കിംഗ് ഓയിലാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരം തന്നെ ഇന്ന് പറയാറുണ്ടാവില്ല. ഞാനൊരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഞാൻ ഈ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് അറിയാനായിട്ട് ഞാനൊരു ഡോക്ടേഴ്സ് ഗ്രൂപ്പിൽ ഏത് കുക്കിംഗ് ഓയിലാണ് നല്ലത്, നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറയാമെന്ന് ചോദിച്ചപ്പോഴപ്പം ആരും തന്നെ 1, 2, 3 പേര് റെസ്പോണ്ട് ചെയ്തവർ തന്നെ, കുറേ പേരുള്ള ഗ്രൂപ്പാണേലും അവരൊക്കെ എന്താണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ എല്ലാവർക്കും കുറച്ചിടും. ഒരു 2, 3 കുക്കിംഗ് ഓയിൽ അവരോട് സെലക്ട് ചെയ്ത് വയ്ക്കും. അത് പലതും മാറി ബിക്കോസ് ആർക്കും എന്താണെന്നൊരു ക്ലാരിറ്റി ഇല്ല. ഞാനീ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ ഇതിലാണ് ഒരു ഫ്യൂ ഇയേഴ്സ്, ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്കറിയത്തില്ല, മുമ്പുള്ള ഒരു കാര്യമാണ്. അപ്പം ബേസിക്കലി കുക്കിംഗ് ഓയിലിൽ ഏത് വേണം, എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ഐഡിയ ഉണ്ടാവില്ല. പിന്നെ ഈ കുക്കിംഗ് ഓയിൽ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നറിയുന്നത് ബേസിക്കലി നമുക്ക് പറ്റുന്ന കുക്കിംഗ് ഓയിൽ എന്ന് പറയുമ്പോൾ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് മിക്കവാറും omega-6 കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറിൻ സെയിം ആണ്, omega-3 ഉണ്ട്, omega-6 ഉണ്ട്, omega-9 ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. omega-6 കൂടുതലുള്ള ഫാറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയറിന് അപ്സെറ്റ് വരാം. അതുപോലെ ഈ ട്രാൻസ് ഫാറ്റ്
ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വയറിന് അസ്വസ്ഥത വരാം. കാരണം ഹൈഡ്രജനേറ്റഡ് ഫാറ്റിനെ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ജെനറ്റിക്സിന് അറിയില്ല. അതൊക്കെ ഇന്ന് പുതിയതായിട്ട് വന്ന സാധനമാണ്. അത് കൂടുതലായിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കാം. അതിനെ അബ്സോർബ് ചെയ്യാനും അറിയത്തില്ല, അതിനെ ഉപയോഗിക്കാൻ. അബ്സോർബ് ചെയ്ത് ചെന്നാൽ തന്നെ അതിന് നമ്മുടെ ലിവറിന് അറിയത്തില്ല അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന്. പിന്നെ ഒരു നിവൃത്തിയിൽ വേറെ ഓയിലൊന്നും ഇല്ലെങ്കിൽ അത് നമുക്ക് ബോഡി ഉണ്ടാക്കാം, നമ്മുടെ എനർജി ആവശ്യത്തിനും. കാരണം ഈ നമ്മൾ വേറെ കാർബോഹൈഡ്രേറ്റും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് പലപ്പോഴും വണ്ണം വെച്ച് നമ്മൾ ഈ ഉള്ള സ്വീറ്റ്സും ഇതും എല്ലാം കഴിച്ച് പിള്ളേർക്കൊക്കെ വണ്ണം വെച്ച് വരുമ്പം അവരുടെ ബോഡിയിൽ മുഴുവൻ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ആയിരിക്കും, ആ ഫാറ്റിനകത്ത് മുഴുവൻ വന്നിരിക്കുന്നത്. അതിന് ബോഡിക്ക് അതിനെ യൂസ് ചെയ്യാൻ തന്നെ അതെല്ലാം തന്നെ ഈ 18 കാർബൺ ഇതാണ്, ഭയങ്കര ലോങ് ചെയിൻ കാർബണുമാണ്. അതിനെ ഉപയോഗിക്കാൻ അതിൻ്റെ ഈ കോൺഫിഗറേഷൻ വ്യത്യാസം വന്നു. അതുകൊണ്ട് നമ്മുടെ സെൽസിന് അതിനെ ഉപയോഗിക്കാൻ അത്ര ഈസി അല്ല. പിന്നെ നിവൃത്തികേട് വന്നു കഴിയുമ്പോൾ അവരെങ്ങനെയെങ്കിലും അതിനെയൊക്കെ ഉപയോഗിക്കും. പക്ഷേ വേറെ എന്തെങ്കിലും കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് നമ്മൾ ബേസിക്കലി സംഭവിക്കുന്നത്. അതാണ് പലപ്പോഴും വണ്ണം കൂടാനും അത് ഇങ്ങനെയുള്ള ഫാറ്റ് വന്നു കഴിഞ്ഞാൽ അസുഖങ്ങളിലേക്ക് പോകാനും ചാൻസ് ആണ്. പിന്നെ നമുക്ക് ബേസിക്കലി ഈ ഫാറ്റിനെ നമ്മളുടെ ബോഡി നമ്മുടെ സെൽസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ല. കോടാനുകോടി സെല്ലുകൾ പുതിയതുണ്ടായിക്കൊണ്ടിരിക്കുന്നു, പഴയത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം സെൽ വാൾ ഉണ്ടാക്കാൻ ഈ ഫാറ്റാണ് വേണ്ടത്. അപ്പോൾ ഫാറ്റ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഐഡിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമേഗ 3യും 6ഉം 9ഉം ഒക്കെ ഏകദേശം 1:1 റേഷ്യോയിൽ വരണം. എനർജി ഉപയോഗത്തിന് വേണ്ടിയിട്ട് എത്ര സാച്ചുറേറ്റഡ് ഫാറ്റ് വന്നാലും കുഴപ്പമില്ല. നമ്മളിന്ന് ആരും പണി ചെയ്യുന്നവരില്ലല്ലോ, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഏറ്റവും കുറയണം, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ളവർ. അതേസമയത്ത് അത്ലറ്റൊക്കെ പോലെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ കോക്കനട്ട് ഓയിലും തേങ്ങയൊക്കെ. അത്ലറ്റ് പോലെ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ ചെയ്യുന്ന ഡെയിലി ലേബർ വർക്ക് കൂടുതലുള്ളവർക്കൊക്കെ ബെസ്റ്റാണ്. അല്ലാത്തവർ ഈ കാര്യങ്ങൾ കുറയ്ക്കണം. അപ്പം പ്രത്യേകിച്ച് വയറിന് നമ്മൾ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ചു കഴിയുമ്പം ഒന്നെങ്കിൽ അത് ഫുഡ് ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ ആ ഓയിലിൻ്റെതാണ്. അപ്പം ഞാൻ നമ്മളുടെ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ചില പേഷ്യൻസിന് ഭയങ്കര BP ഒക്കെ ഉള്ളവർ, ഭയങ്കര 3, 4, 5 മെഡിസിൻ കഴിച്ചാലും BP ഒന്നും കൺട്രോൾ അല്ലാത്തവർ ഈ സപ്പോർട്ടൊക്കെ കൊടുത്ത് നമ്മൾ സപ്പോർട്ടോട് കൂടിയുള്ള സ്പെഷ്യൽ ഫുഡാണ്. അതിന് ഒമേഗ 3 ബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് ഫുഡും സ്പെഷ്യൽ എക്സസൈസും ഒക്കെയാണ്, എല്ലാം കൺട്രോൾഡായിട്ട് ചിലപ്പം വിളിക്കും, ഈ ഡോക്ടറെ ഭയങ്കര കൂടുതലാണ്, ഇത്ര ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം BP കൂടി. അപ്പോൾ ഇതിൽ ഒരു പേഷ്യൻ്റ് ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു, വളരെ കറക്റ്റായിട്ട് നോക്കുന്നതാണ്. അപ്പം നമ്മൾ എന്താ നമ്മൾ കഴിച്ചത്, അപ്പം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുമ്പം ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു അയാൾ കശുവണ്ടി നട്ട്സ് കുറച്ച് കഴിച്ചു. നട്ട്സ് കഴിച്ചിട്ട് പിന്നെ അത് ബാലൻസ് ചെയ്യാൻ ഇറ്റ് ഓൾമോസ്റ്റ് എ വീക്ക്, ഒരാഴ്ചയായിട്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ BP പ്രോപ്പർ കൺട്രോളിൽ. അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു വെച്ചാൽ 4-5 മരുന്നുണ്ട്, എന്നാലും BP എപ്പോഴും 110, 200 അത്ര വെരി ഹൈ ആയിട്ട് പോകുന്ന ആളായിരുന്നു. അതിൻ്റെ കൂടെ ഡയബറ്റീസും കിഡ്നി പ്രോബ്ലം ഒക്കെ ഉണ്ടത് വേറൊരു സൈഡ് അദ്ദേഹത്തിൻ്റെ. പക്ഷെ അതെല്ലാം കുറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നട്ട്സ് കഴിച്ചപ്പോഴേക്കും ഇതങ്ങ് കൂടിപ്പോയി. അതിന് ആ നട്ട്സിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒമേഗ 6 കൂടുതലായി, ഇൻഫ്ലമേഷൻ കൂടുതലായി, അദ്ദേഹത്തിൻ്റെ ആ ഹോർമോണൽ ബാലൻസ് തെറ്റി എന്നുള്ളതാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഇതുപോലെ പ്രോബ്ലം വന്നു. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഒരു സദ്യ ഉണ്ണാൻ പോയതാണ്. ആ സദ്യ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് വയറിളക്കവും മറ്റു പ്രശ്നങ്ങളും ഒന്നുമില്ല, പക്ഷെ BP കൂടി. അദ്ദേഹത്തിൻ്റെ സെൻസിറ്റിവിറ്റി BPയിലാണ്, ബ്ലഡ് വെസൽസിനും ആണ് അത് കയറി ഇത് ചെയ്യുന്നത്. അപ്പം ഇപ്പം ആ ബാലൻസ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അത് ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനും സ്വന്തം ബോഡിയുടെ, ഇപ്പം എല്ലാവർക്കും അങ്ങനെ വരണമെന്നുമില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളും ഉണ്ടാകും, ചിലതിനോട് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം അത് സ്വയം മനസ്സിലാക്കി എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റിയും ഗൈഡൻസും കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം വെരി ഓൾഡ് മാനാണ്, വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, ബേസിക് എഡ്യൂക്കേഷൻ, ഐ തിങ്ക് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്ത പ്രായമില്ല, പക്ഷെ വളരെ മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് അതാണ്. പക്ഷെ നമ്മൾ കരുതി ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നു, അങ്ങനെയൊന്നും കാണുന്നില്ല എന്നുള്ളത്. പല എഡ്യൂക്കേറ്റഡ് ഇതൊന്നും മനസ്സിലാക്കി എടുക്കാൻ തന്നെ പറ്റുന്നില്ല. പക്ഷെ പലപ്പോഴും എന്നിരുന്ന എന്നല്ല ഞാൻ പറഞ്ഞത്, അത് നമുക്ക് ആ ഒരു കോമൺ സെൻസും നമ്മുടെ ബോഡിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും മാത്രം ഉണ്ടായാൽ മതി.
അവർക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ കോമൺ സെൻസും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെടുത്ത് അവർ തന്നെ ആ പഠിപ്പിച്ചു കൊടുക്കും. വളരെ ക്ലാരിറ്റിയോടുകൂടി അടുത്ത പ്രാവശ്യം അവർ തന്നെ പറയും, പേഷ്യൻ്റ് തന്നെ പറയും, ഞാൻ ഇന്നത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പ്രശ്നം വന്നു. അപ്പം അത് അങ്ങനെ ആക്കി ആ ഒരു സെൻസിറ്റിവിറ്റി നമ്മുടെ ബോഡിയെക്കുറിച്ചും നമ്മളുടെ ജെനറ്റിക്സിനെ കുറിച്ചും ഉള്ള ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുകയാണ് ശരിക്കും അതിൽ ചെയ്യുക. ഈ ഓയിൽസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു ഏറ്റവും വലിയൊരു ക്രേസ് പോലെയാണ് ഈ വെർജിൻ ഓയിൽ എന്ന് പറയുന്നത്. വെർജിൻ കോക്കനട്ട് ഓയിൽ, വെർജിൻ മറ്റേ ഒലിവ് ഓയിൽ, അങ്ങനെ എല്ലാത്തിനും അങ്ങനത്തെ ഒരു എഡിഷൻ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് എന്നും. പിന്നെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ റിഫൈനിങ്ങിന് വേണ്ടി ചൂടാക്കുന്നില്ല, മറ്റേ വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല എന്നൊക്കെയാണ്. എത്രമാത്രം അത് നമ്മളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ്? വെർജിൻ കോക്കനട്ട് ഓയിൽ, നമ്മൾ പഴയ കാലത്ത് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ വീട്ടിൽ തന്നെ ഒഴിച്ച് കാച്ചി അതിൻ്റെ എണ്ണ തെളിയിച്ചെടുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ മേത്ത് തേക്കാനൊക്കെ നമ്മൾ കൊടുത്തിരുന്നത്. അതാണ് നമ്മൾ പണ്ട് വെച്ചിരുന്ന ഇത് വരുന്നത്. പിന്നെ നമുക്കറിയാം, പിന്നെ നമ്മൾ അന്ന് ചക്കിലിട്ട് ആട്ടുകയാണല്ലോ ചെയ്യുന്നത്. മറ്റേ ചക്കിലാണ് വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്നത്. ചക്കിലാട്ടുമ്പോൾ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ചൂടൊക്കെ ആകും. പഴയ ടൈപ്പ് അത്രയധികം അതിനേറൊക്കെ വരുന്നതുകൊണ്ട് അത്ര ചൂടാകുന്നില്ല, പക്ഷെ എന്നാലും കുറച്ച് ചൂടാകും. അപ്പം അതുകൊണ്ട് ഈ വെളിച്ചെണ്ണ മറ്റേ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ലതാണെന്നുള്ള ഒരു കൺസെപ്റ്റിൽ അവർ ഒരു എഫേർട്ട് എടുത്തൊക്കെ അത് ചെയ്യും. പിന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ കൊമേഴ്ഷ്യലി വരുന്ന വെളിച്ചെണ്ണ. കൊമേഴ്ഷ്യലി വരുമ്പോൾ അതിനകത്ത് സോൾവെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരുതരം സോൾവെൻറ്റും കൂടെ ഇട്ടിട്ട് ഇത് കംപ്ലീറ്റ് അങ്ങ് മാറ്റും. അതായത് പിണ്ണാക്കിനകത്ത്, അത് തേങ്ങ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണ്ണാക്കല്ലേ വരുന്നത്. ഈ പിണ്ണാക്കിനകത്ത് ഒട്ടും തന്നെ ഓയിലില്ലാതെ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേതിനകത്ത് കുറച്ച് ഈ വേസ്റ്റ് ആയിട്ട് വരുന്നത് എന്താ കോക്കനട്ട് കേക്ക് എന്ന് പറയും, പഴയ കാലത്ത് നമ്മൾ പറയുന്നത് പിണ്ണാക്കെന്ന് പറയുന്നത്. അതിനകത്ത് വരാതെ മാക്സിമം ഓയിൽ ഈൽഡ് കിട്ടാനായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ കൂടുതൽ വേണമല്ലോ, നമ്മൾ പണ്ടൊക്കെ കുറച്ച് വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ ഒരു വാല്യുബിൾ സാധനമാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒത്തിരി ഉണ്ടാക്കിക്കൊണ്ട് ഒത്തിരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും പുതിയ വലിയ ഫാക്ടറികളിലൊക്കെ ഈ രീതിയിലൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിനാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താ, കോൾഡ് പ്രസ്ഡ് വെളിച്ചെണ്ണ. അതാണ് കോൾഡ് പ്രസ്ഡ് എന്നും പറഞ്ഞ് വരുന്നത്, ഈ രീതിയിൽ വരുന്നത് ഇതും വരും. അപ്പോൾ അതിന് ഇച്ചിരി കൂടെ ഒന്ന് തണുപ്പിച്ച് നിർത്തിക്കും. ചൂടാകാതെ ഇരിക്കുകയാണെങ്കിൽ വ്യത്യാസം. പക്ഷെ എണ്ണകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചൂടൊന്നും വലിയ വിഷയമാകുകയില്ല. അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും സാധനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഒന്ന് തന്നെയായിരിക്കും. അതായത് വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നത്, കൂടുകയോ കുറയുകയോ ചെയ്താൽ ഏത് വന്നാലും വെളിച്ചെണ്ണയിൽ ഇത്ര പെർസെൻറ്റേജ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ഉണ്ട്. അതാണ് മറ്റുള്ള എണ്ണകളെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ പാം ഓയിലും വെളിച്ചെണ്ണയും നോക്കിയാൽ പാം ഓയിലിൽ മൊത്തം ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് തന്നെയാണ്, അതിൽ തന്നെ 18 കാർബൺ ലോങ് ചെയിൻ ഫാറ്റി ആസിഡാണ്. അതേസമയത്ത് വെളിച്ചെണ്ണയുടെ പ്രത്യേകത ഏതാണ്, 6 ഉള്ളതുണ്ട്, 5 ഉള്ളതും 4 മുതലുണ്ടെന്ന് തോന്നുന്നു. അത് സ്മോൾ ചെയിൻ ഫാറ്റി ആസിഡ്സ് മുതൽ മീഡിയം ചെയിൻ ഉണ്ട്. അതാണ് വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റി ആസിഡ് ചെയിൻസിനൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. പിന്നെ ഇതിനകത്തൊന്നും കാര്യമായിട്ട് ഈ വൈറ്റമിൻ ഇ പോലെയുള്ള ചില ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഇച്ചിരി ഉണ്ടാവും ഇതിനകത്ത്, പല ഓയിലിലും കാണും. അത് കുറച്ച് ചൂട് കൂടുന്നതനുസരിച്ച് ഡാമേജ്ഡ് ആയി പോകാം. അതുകൂടെ പോകാതെ ഇരിക്കും, കുറച്ചും കൂടെ ചൂടാണ്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ വെളിച്ചെണ്ണ വെർജിനായിട്ട് ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലിലുള്ള പ്രോസസ്സിങ് പരിപാടി എന്താണെന്ന് എനിക്കറിയില്ല, വെർജിൻ കോക്കനട്ട് ഓയിലും മറ്റതും തമ്മിൽ. നമ്മൾ പഴയ ട്രഡീഷനിലാണെങ്കിൽ അതും ചൂടാക്കി എണ്ണ തെളിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും കുറച്ച് ചൂടൊക്കെ വരുന്നുണ്ട്. അതിലും വലിയ ചൂടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പ്രസ്സിങ്ങിൽ വരുമെന്ന്. ഇത് പ്രസ് ചെയ്തെടുക്കുന്നു. കോൾഡ് പ്രസ്ഡ് ഓയിൽ എടുത്താലും ഇതാണ്. പക്ഷെ അതേസമയത്ത് മാസമായിട്ടുള്ള നമ്മൾ ഈ കെമിക്കൽ, അതായത് സോൾവെൻ്റ് ഉപയോഗിച്ചുള്ള ഇത് വരുമ്പം ഈൽഡ് കൂടുതൽ കിട്ടും. അതിൻ്റെ ഡെബ്രിസ് അതിനകത്ത് വരും. ആ സോൾവെൻറ്റിൻ്റെ കുറച്ച് പാർട്ടുകൾ ഇതിനകത്തേക്ക് വരും. ഇപ്പം അതുപോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽ എന്നൊക്കെ പറഞ്ഞ് കിട്ടുമ്പം
അതിനെ കുറച്ചും കൂടി ഒരു പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്യുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് പ്രോട്ടീൻ, ഈ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് തരുന്ന നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ രുചിയുണ്ടല്ലോ. ആ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിൻ്റെ രുചി വെളിച്ചെണ്ണയ്ക്കേ കിട്ടുള്ളൂ. നല്ലെണ്ണയ്ക്ക് ഉണ്ടാക്കുന്ന അതിൻ്റെതായിട്ടുള്ള. അപ്പം അതിന് വേണ്ട കുറച്ച് നാച്ചുറൽ സാധനങ്ങളും കൂടെ അതിൻ്റെ ഉണ്ട്. നാച്ചുറൽ ടേസ്റ്റ് മേക്കേഴ്സ് അതിനകത്തുണ്ട്. ഈ റിഫൈൻ ചെയ്യുമ്പോൾ ഇതെല്ലാം പോകും. കുറച്ച് കെമിക്കൽ എന്തായാലും ഈ റിഫൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വരുന്ന കെമിക്കലിൻ്റെ അംശങ്ങൾ അതിനകത്തുണ്ടാവും. അതാണ് നമ്മൾ ഈ വെർജിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല, കാരണം അതിൻ്റെ പ്രോസസ്സിങ് എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട്. പക്ഷേ കോൾഡ് പ്രസ്സോ അല്ലെങ്കിൽ പ്രസ്ഡ് ചക്കിലാട്ടിയ എണ്ണ ഡെഫിനറ്റ്ലി മറ്റതിനേക്കാളും നല്ലതായിരിക്കും. കാരണം ഈ കെമിക്കൽ കണ്ടന്റ് കുറവുണ്ടാകും എന്നതുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ അതിൻ്റെതായ നാച്ചുറലി ഉള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവും. അതിൻ്റെ ആ ഓയിലിൽ നിന്ന് വരുന്നത്. ഇപ്പം നമുക്കറിയാം വെളിച്ചെണ്ണയുടെ ഒരു കൺസിസ്റ്റൻസി, ഒരു ടേസ്റ്റോ അല്ല. ഇപ്പം ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ ആ സ്മെല്ലും ഒക്കെ നമുക്കറിയാം. അതുപോലെ നല്ലെണ്ണയ്ക്കാണെങ്കിൽ വേറൊരു ഇതായിരിക്കും, കടലെണ്ണയ്ക്കാണെങ്കിൽ വേറൊരു ഇതായിരിക്കും. അതിൻ്റെ നാച്ചുറൽ ഇതിന് മാക്സിമം നിൽക്കുന്നുണ്ടാകും. പിന്നെ അതിനകത്ത് വൈറ്റമിൻസിൽ ഒത്തിരി വൈറ്റമിൻ ഒന്നും അതിനകത്ത് വരുന്നില്ല. പിന്നെ കുറച്ച് മിനറൽസ് ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതൽ അതിനകത്ത് പ്രിസർവ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ പലപ്പോഴും ഇപ്പോൾ ഈ മിക്സഡ് വെജിറ്റബിൾ ഓയിൽസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അത് ഞാൻ വെജിറ്റബിൾ ഓയിൽ എന്നും പറഞ്ഞു വരുന്നത് ഏതിൻ്റേതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ പല വെജിറ്റബിൾ ഓയിൽ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ നമ്മളെല്ലാം പതയുന്നത് കാണാം. അപ്പോൾ ഈ പതയാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ബേസിക്കലി പലപ്പോഴും വെർജിൻ കോക്കനട്ട് ഓയിൽ നോക്കുമ്പോഴേക്കും, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞ് മേടിക്കുമ്പം നല്ല വെളിച്ചെണ്ണയുടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്, ഇപ്പം നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാലും അതിന് ആ പഴയ പോലെയുള്ള ടേസ്റ്റ് ഒന്നും കാണാറില്ല. അതിൻ്റെ പ്രോസസ്സിങ് വന്ന വ്യത്യാസമായിരിക്കും. പക്ഷേ വില ഒത്തിരി കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി കെമിക്കൽ ചേഞ്ച് ഒന്നും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മളത് സ്റ്റഡി ചെയ്യണം, എന്താണ് അതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും ഏത് രീതിയിലാണ് പ്രോസസ്സിങ്, അതിനെക്കുറിച്ച് ഒരു ഒപ്പീനിയൻ പറയാൻ അതുകൊണ്ട് പറ്റില്ല. ബേസിക്കലി പഴയ ഒരു ഫ്യൂ ഇയേഴ്സ്, ഒരു 5-6 വർഷമൊക്കെ മുമ്പ് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണയുടെ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പം മേടിക്കുന്നതിലൊന്നും അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് അത് ഓരോരുത്തരും അവനവർ തന്നെ ഡിസൈഡ് ചെയ്യാം. അതിന് അത്രയും കൂടുതൽ കോസ്റ്റ് കൊടുത്ത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂടുതൽ കോസ്റ്റ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് തന്നെ നമ്മൾ നോക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ബേക്കറി ഐറ്റംസിൽ ക്രീംസ് അതെല്ലാം ഇങ്ങനെ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്സ് വെച്ചാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു വലിയൊരു വിഭാഗം ക്രീം എന്ന് പറയുന്നത് ഈ ഫേക്ക് ക്രീം എന്നും പറഞ്ഞ് ഇങ്ങനത്തെ ഓരോ ഓയിലുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്രീമാണെന്നാണ് പറയുന്നത്. ശരിക്കും ഈ ഓയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്രീമാണോ, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ചിന്തിക്കുന്ന പോലെ പാലിൻ്റെ ബേസിസിൽ ഉള്ള ക്രീമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് അങ്ങനെ നമുക്ക് സാധിക്കില്ലല്ലോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം ഒരു രീതിയിലും തിരിച്ചറിയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? അത് ഡിഫിക്കൽട്ട് ചോദ്യമാണ്. ഒരു രക്ഷയില്ല മനസ്സിലാക്കാൻ. എൻ്റെ പേഴ്സണൽ നമ്മളിതിനകത്ത് നോക്കിയാൽ ഇപ്പം നമ്മളൊരു ക്രീം കേക്ക് മേടിക്കുന്നു, ബർത്ത്ഡേ കേക്ക്. അതിനകത്ത് കുറച്ച് കേക്കിൻ്റെ ഭാഗമുണ്ട്, അതിന് പുറത്ത് മുഴുവനും ക്രീമായിരിക്കും. അതെവിടെ നിന്ന് നമുക്കറിയാൻ പറ്റും? അത് 100% നമുക്ക് ഉപയോഗിക്കാൻ മിൽക്ക് ക്രീം എന്നാണ്. മിൽക്ക് ക്രീം ആണെങ്കിൽ അതവർ മെൻഷൻ ചെയ്ത് പറയണം. കാരണം മിൽക്ക് ക്രീമൊന്നും അത്രയും ക്വാണ്ടിറ്റി ഇങ്ങനെ ഇട്ട് ആ രീതിയിലൊന്നും നമുക്ക് കിട്ടുകയില്ല ഉണ്ടാക്കാനായിട്ട്. പിന്നെ മിൽക്ക് ക്രീം എവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? സോ ഇതെല്ലാം നമ്മളിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അല്ലേ കാണുന്നത്. പണ്ടൊന്നും നമ്മളിങ്ങനത്തെ ക്രീം കേക്കുകൾ, പണ്ട് നമുക്കറിയാം ക്രീം കേക്ക് എന്ന് പറഞ്ഞാൽ പുറമെ ഒരു കട്ടിപ്പുള്ള ഒരു സാധനം വെച്ച് കവർ ചെയ്ത് കളറൊക്കെ ആക്കി വെക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് പക്ഷേ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് മുഴുവൻ കെമിക്കലുകൾ വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ശരിക്കും വിഷമാണ്. ഈ കേക്ക് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്നുണ്ടാക്കുന്ന എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നതും വെരി ടേസ്റ്റി ആൻഡ് അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കുന്ന സാധനങ്ങൾ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ കൊച്ചിൻ്റെയൊക്കെ കാര്യമായിട്ട് എടുത്ത് കഴിക്കുന്നത് പ്യൂർലി നമ്മുടെ ബോഡിക്ക് വേണ്ടാത്തതാണ്. നമ്മുടെ ബോഡിക്ക് വേണ്ടതാണല്ലോ നമ്മൾ കഴിക്കേണ്ടത്. പക്ഷേ ഇത്തരം സാധനങ്ങളെല്ലാം നമുക്ക് ബോഡിക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ എല്ലാവരും ഇങ്ങനെയായി ഒരു 10-70 കൊല്ലം മുമ്പ് നമ്മളൊരു വീട്ടിലൊക്കെ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പായസം വയ്ക്കും. അതിനകത്ത് നല്ല അരി ഉണ്ടാവും, പാല് ചേർക്കും, പാൽപ്പായസം വയ്ക്കും. അതിനകത്ത് ശർക്കരയാണ് ചേർക്കുന്നത്. ഇപ്പം പിന്നെ പോട്ടെ, അതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ കേക്കാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് എന്താണ് കണ്ടന്റ് വരുന്നത്? കേക്കിൻ്റെ ആ കേക്ക് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ, ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്, ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് മൈദ. അതിലും ഫുഡ് ഐറ്റംസിൽ അതും ബൾക്കായിട്ടൊക്കെ മേടിക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് ഡാൽഡ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. പിന്നെ പഞ്ചസാരയ്ക്ക് പണ്ട് ഞാൻ ഓർക്കുന്നു 25 രൂപ വരെയൊക്കെ വില. ഇന്നിപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വില കുറഞ്ഞ സാധനമാണ്, ഏറ്റവും കൂടുതലുള്ള സാധനമാണ്. അതിലും ഓർക്കണം, ശർക്കരയാണെങ്കിൽ അതിനകത്ത് അന്നത്തെ കാലത്ത്, ഇന്നത്തെ ശർക്കര നമുക്ക് പറയാൻ പറ്റില്ല, പൂക്കാതിരിക്കാനായിട്ട് ഒത്തിരി കെമിക്കലും ഇതൊക്കെ വരുന്നു എന്ന് പറയുന്നു. പഞ്ചസാര നമ്മൾ അതിൻ്റെ ബ്ലീച്ചിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് പല കെമിക്കലുകളും അതിനകത്ത് കയറി വരുന്നുണ്ടോയെന്ന് നമുക്ക് ഉണ്ടെന്നാണ്, ബ്ലീച്ചിങ് ഇഫക്റ്റിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടാകും, അല്ലെങ്കിൽ ഇത്ര വെളുത്തായിട്ടിരിക്കുകയല്ലോ. ഈവൻ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ പഞ്ചസാര മേടിച്ചിട്ട് അതിനകത്തോട്ട് മൊളാസസ് ചേർക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് തന്നെ നോക്കുമ്പോഴും നമ്മൾ ഈ ഫുഡിനെ കുറിച്ചുള്ള ഇതിൽ വന്നപ്പം നമ്മൾ ബ്രൗൺ ഷുഗർ ശരിയാ, നമ്മൾ ബ്ലീച്ചിങ് വരില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ വരില്ലല്ലോ, എന്നാൽ ബ്രൗൺ ഷുഗർ നമുക്ക് ഉപയോഗിക്കാമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ പലപ്പോഴും ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ആദ്യം, കാരണം ഈ പ്രോസസ്സിങ്ങിൽ ഷുഗർ ഉണ്ടാക്കാനാണ് എളുപ്പം. ഇറ്റ്സ് മാസ്സായിട്ട് ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ഷുഗറാക്കി ക്രിസ്റ്റലൈസ് ചെയ്ത് അതിനെ ബ്ലീച്ചൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് മൊളാസസ്, അതായത് ഈ പഞ്ചസാര ഉണ്ടാകുന്നതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന മൊളാസസ് ചേർത്ത് അതിനെ ബ്രൗൺ ആക്കി എടുക്കുകയാണ്. അപ്പം നമ്മളൊരു ബ്രൗൺ ഷുഗറൊക്കെ മേടിക്കുമ്പോൾ അതും കൂടെ നോക്കുക. പക്ഷെ അതൊക്കെ വെരി ഡിഫിക്കൽട്ടാണ്. ബേസിക്കലി നമ്മൾ നോക്കിയാൽ മതി, ഷുഗർ പ്രോസസ്സിങ് എങ്ങനെയാണ് ബ്രൗൺ ഷുഗർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ കൂടുതൽ ബ്രൗൺ ഷുഗറും ഈ ഷുഗറിനകത്ത് മൊളാസസ് ചേർത്ത് അതിനെ ബ്രൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തിനാ അങ്ങനെ ഉണ്ടാക്കിയ ഡബിൾ പ്രൈസുമാണ്. നമ്മൾ ഡബിൾ പ്രൈസ് കൊടുത്തിട്ട് ബ്രൗൺ ഷുഗർ മേടിച്ച് കഴിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്കറിയണം പ്രോസസ്സിങ്ങിൽ തന്നെ അത് ഷുഗർ ആക്കാതെ നേരിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ വന്നിരിക്കുന്ന ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ തിരിച്ചറിയാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ, എന്തോരം പിള്ളേരാണേലും പഠിക്കുന്നത്, കൊച്ചു പിള്ളേരെയൊക്കെ നമ്മൾ എന്തോരം മാത്സും സയൻസും എല്ലാമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ഫുഡിൻ്റെ ബേസിക് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാത്തതും പേരൻസും അറിയുന്നില്ല, നമ്മൾ ആരും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് ഈ അസുഖങ്ങൾ കയറി വരുന്നത്. നമ്മൾ ഈ മേടിച്ചു കൊടുക്കുന്ന സ്വീറ്റ്സിലും ഈ കേക്കിലും പേസ്ട്രിയിലും എന്താണെന്ന് അറിയാമെങ്കിൽ നമ്മളത് മേടിച്ചു കൊടുക്കുമോ? കൊടുക്കില്ല, നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് അത്ര ഇതാണ്. പക്ഷെ നമ്മളെല്ലാവരും അത് ചെയ്തു പോയിട്ടുണ്ട്, ഈവൻ ഞാനും ചെയ്തു പോയിട്ടുണ്ട്. കാരണം എനിക്കും അറിയത്തില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളും പിള്ളേർക്ക് വേണ്ടിയിട്ടും നമ്മൾ ഈ സ്വീറ്റ്സും എല്ലാം മേടിച്ചു കൊടുത്ത് വലിയ കാര്യമായിട്ട് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് തിരിച്ചറിവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് പിള്ളേരെ മാറ്റിയെടുക്കാൻ നോക്കണം. അപ്പം ഈ ക്രീമും ഇതും എല്ലാം ഇതാണ് കണ്ടന്റ്. അപ്പം നമ്മൾ എന്ത് സാധനം, നമുക്ക് ഈ കേക്കിനകത്തൊന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും എഴുതുന്നില്ല. പക്ഷെ മറ്റതിനകത്തൊക്കെ ഇപ്പോൾ പാക്ഡ് ഐറ്റംസിൽ, അതായത് പാക്കറ്റഡ് ആയിട്ട് ബ്രാൻഡഡ് ആയിട്ട് വരുന്നതിനകത്ത് FSSAI ലൈസൻസ് ഉണ്ടാകണമെന്നുണ്ട്. അതിനകത്ത് എന്താണ് അറ്റ്ലീസ്റ്റ് കണ്ടന്റ് എന്ന് എഴുതണമെന്നുണ്ട്. അതെങ്കിലും ഇല്ലാത്ത സാധനങ്ങൾ മേടിച്ച് കഴിക്കരുത്. കണ്ടന്റ് എന്താണെന്ന് അറിയാൻ വയ്യെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻ്റ് അറിയാത്ത ഒരു സാധനം നമ്മൾ കഴിക്കരുത്. ഇപ്പോൾ ഹോട്ടലുകളിൽ പോയിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ അതാണല്ലോ അതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഫുഡ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ നോക്കിയില്ലെങ്കിൽ, കഴിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള ഓയിലേ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിനകത്ത് ലാഭം വളരെ ഇമ്പോർട്ടൻ്റാണ്. എത്ര കട്ടിങ് എഡ്ജായിട്ട് പ്രൈസ് കുറയ്ക്കാൻ പറ്റുമെന്നായിരിക്കും എല്ലാവരും നോക്കുന്നത്. അപ്പം എല്ലാം ഏറ്റവും നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ആൾ കൂട്ടിപ്പോവും. കാരണം അതില്ലാത്ത സാധനം വെച്ച് വില കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇത് വെച്ചുകൊണ്ട് പലപ്പോഴും സാധിക്കുകയില്ല പലർക്കും ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത്
അതിനെ പ്രൊജക്റ്റ് ചെയ്ത് അവർ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ഈ വെജിറ്റബിൾ ഓയിലിൽ ഇട്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈക്കും ഒക്കെ അതാണ് ഇട്ടിരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അത്തരം സാധനങ്ങൾ മേടിക്കരുത്. അറ്റ്ലീസ്റ്റ് അത് വെജിറ്റബിൾ ഓയിലാണെങ്കിൽ എന്ത് വെജിറ്റബിൾ ഓയിലാണെന്ന് അറിയണം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈസും ബനാന ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് മേടിക്കുമല്ലോ, അതിൽ എന്ത് വെജിറ്റബിൾ ഓയിൽ എന്ന് പറയാതെ ഇവൻ അവർ പാം ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതുകയാണെങ്കിൽ പാം ഓയിൽ നോ പ്രോബ്ലം, പാം ഓയിലിന് അത്രയും വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ അതിൻ്റെതായ വിലയായിരിക്കും വരുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് വില കുറവാണെന്ന് തോന്നുന്നു. വെളിച്ചെണ്ണയാണെങ്കിൽ ഇതാണ്, നെയ്യിലുണ്ടാക്കിയതിന് വേറൊരു പ്രൈസ് ആയിരിക്കും. അപ്പം അതിനെന്ത് ഓയിൽ ഉപയോഗിച്ചു അത് കണ്ടുപിടിക്കാൻ നോക്കുക. ആ കണ്ടുപിടിച്ച സാധനത്തിനകത്ത് ഈ പറയുന്ന ഓയിലുകൾ നമുക്ക് ബോഡിക്ക് വേണ്ടതാണോ എന്നുള്ളതും കൂടെ നോക്കുക. ഏതാണേലും ഹൈഡ്രജനേറ്റഡ് ഫാറ്റും വെജിറ്റബിൾ ഓയിലിൽ നിന്ന് സിംപ്ലി എഴുതിയിരിക്കുന്ന സാധനങ്ങളും കഴിക്കാതിരിക്കാനും പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കാതിരിക്കാനും നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത്തരം സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. കാരണം ഇൻഗ്രീഡിയൻ്റ് അറിയാൻ മേലാത്ത ഒരു സാധനം കഴിക്കാതിരിക്കുക. ആ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പൊതുവെ ഈ ലാസ്റ്റ് ഒരു 100 വർഷം എടുക്കുകയാണെങ്കിൽ ഒരു 100 വർഷം മുമ്പുള്ള ആൾക്കാരുടെ ശാരീരിക ഘടന എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് വണ്ണം എന്ന് പറയുന്നത് ഇല്ല. അതേസമയം ഈ സഡനായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ വണ്ണത്തിൻ്റെ പ്രോബ്ലം മുതിർന്നവർക്കും വന്നു തുടങ്ങി, പിള്ളേർക്കും ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. ഒരു ധാരണയുണ്ട് ഇതിൻ്റെ പിന്നിൽ മെയിനായിട്ട് വന്നേക്കുന്നത് നമ്മളുടെ എണ്ണയുടെ ഉപയോഗമാണ് എന്നുള്ളത്. അത് എത്രമാത്രം ശരിയാണ്? എണ്ണയും മൈദയും, ഈ എണ്ണയും മൈദയും കൂടി കൂടിയാൽ എന്ത് സാധനം അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഷുഗറും. ഇത് ഇപ്പം ഷുഗറും കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഫ്രക്ടോസ് സിറപ്പ്, അത് ഈ കോൺ അമേരിക്കയിൽ പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ അത് ഉണ്ടാക്കി തുടങ്ങുന്നത് വലിയ ടാങ്കറുകളിൽ വലിയ ഇതിലാണ് വരുന്നത്. അതിന് ഷുഗറിനേക്കാളും ചീപ്പാണത്. ബിക്കോസ് ഈ കോണിനെ വെച്ചിട്ട് അതൊരു ഈ ഫെർമെൻറ്റേഷൻ വന്ന് അതിന് ഫ്രക്ടോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മോർ സ്വീറ്റ്നെസ് ആയിരിക്കും. പഞ്ചസാര വെച്ചുണ്ടാക്കുന്നതിലും ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഈ കേക്കൊക്കെ ഇപ്പോഴത്തെ കേക്കൊക്കെ പലപ്പോഴും കാണാറില്ലേ, ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പഞ്ചസാര പോലും അല്ല ആഡ് ചെയ്യുന്നത്, ഫ്രക്ടോസ് സിറപ്പാണ്. അത് ചീപ്പാണ്. ഈ ക്യാനിനകത്ത് കിട്ടും. അതിന് മധുരവും കൂടുതലാണ്. ഈ കുക്കിങ്ങിൽ വരുമ്പോൾ ഇങ്ങനത്തെ ബേക്കിങ്ങിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വരുമ്പോൾ മോർ സോഫ്റ്റർ ആയിരിക്കും. അപ്പം അതിനകത്ത് ഒത്തിരി കെമിക്കലും കൂടെ കയറി വരും. ഈ ബാക്ടീരിയയും ഫെർമെൻറ്റേഷനും ഒക്കെ ഏതോ രാജ്യത്തുണ്ടാക്കി എങ്ങനെയോ വലിയ കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്ന് അത് നമ്മൾ ചിലപ്പോൾ ടിന്നുകളിലായിരിക്കും. ഇപ്പം നമ്മൾ വേറൊരു കാര്യം കൂടെ കാണുന്നത്, പല പേഷ്യൻസിനും നമ്മൾ പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും അലർജിക് ഡിസോർഡേഴ്സും ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ഒരു ടോക്സിൻസ് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ഒത്തിരി പേർക്ക് ടിന്ന്, ആർസനിക്, അങ്ങനെ കുറേ ഹെവി മെറ്റൽസ് ടോക്സിൻസ് കാണുന്നത്. അതിനകത്ത് ടിന്നാണ് നമ്മളെപ്പോഴും കാണുന്ന ഒരു കാരണം, ടിന്നാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു, എങ്ങനെയാണ് ടിന്ന് നമ്മുടെ മേത്ത് വരുന്നത്? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പല സാധനവും നമ്മൾ കാണുമ്പോൾ നമ്മൾ കഴിക്കുന്നത് പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്ലാസ് ബോട്ടിൽസിലൊക്കെയാണ്. പക്ഷെ സാധനം ഇങ്ങോട്ട് വരുന്നത് ടിന്നിലായിരിക്കും. അത് ഫാക്ടറികളിൽ ഉണ്ടാക്കി അവർ ടിൻഡായിട്ടായിരിക്കും വരുന്നത്. ഓർ വലിയ ഇങ്ങനെ വലിയ കണ്ടെയ്നർ ടിന്നുകളിലായിട്ടായിരിക്കും വരുന്നത്. അതിൽ നിന്നായിരിക്കണം വരുന്നത്. പിന്നെ ടിൻഡ് ഫിഷൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, കാണാറുണ്ട്. ഇപ്പം ഈ നമ്മളിപ്പം ടിൻഡ് ഫിഷ് എന്ന് വേണ്ട, ടിന്നിലാണല്ലോ നമ്മുടെ സ്പോർട്സ് ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ അട്രാക്റ്റീവായിട്ട് ഉള്ള ഡ്രിങ്കുകൾ വരുന്നുണ്ട്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് വരുന്നതും അങ്ങനത്തെ പല സാധനങ്ങളും ടിന്നിലാണ് വരുന്നത്. പലതും ഈ ടിന്നൊക്കെ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന സാധനത്തിനകത്തേക്ക് ടിന്ന് അത് നമ്മുടെ മേത്ത് ചെല്ലുന്നുണ്ടാകണം. അല്ലെങ്കിൽ ഇത്രയധികം പേർക്ക്, നമ്മളൊരു 100 പേർക്ക് നോക്കുകയാണെങ്കിൽ ഒരു 99 പേര്, ഒരു അറ്റ്ലീസ്റ്റ് 95%, 90ക്ക് മുകളിൽ ഐ എം ഷുവർ ടിന്ന് പോസിറ്റീവാണ്.
അപ്പം അത്രയധികം ടിന്ന് കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. ഡയറക്റ്റ്ലി കാണുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റ്ലി അങ്ങനത്തെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനെ ചെറുതാക്കി ചെറുതാക്കി വരുമ്പോഴേക്കും അത് ചിലപ്പോൾ നല്ല ഗ്ലാസ് കണ്ടെയ്നേഴ്സിലൊക്കെ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ കരുതുമോ ഇത് നല്ല ഗ്ലാസ്സിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണല്ലോ വെരി ഹെൽത്തി എന്ന് കരുതും. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. അപ്പം അല്ല അങ്ങനെ എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇത് വരികയില്ല. പല രോഗികളായിട്ടും നമ്മൾ കൂടുതലും രോഗമുള്ളവരിലാണല്ലോ നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അലർജിക് ഡിസോർഡേഴ്സ് ഇങ്ങനത്തെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതിലെല്ലാം തന്നെ ഈ ഒരു കാര്യം കാണുന്നുണ്ട്. അപ്പം അതും കൂടെ ചിന്തിക്കണം. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് അറ്റ്ലീസ്റ്റ് നമുക്കപ്പോൾ എല്ലാം നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അരിയായിട്ടും പയറായിട്ടും മേടിക്കാമല്ലോ. അങ്ങനെയെങ്കിലും ഇത് ചെയ്യാൻ നോക്കണം. പിന്നെ പ്രത്യേകിച്ച് ടിൻഡ് ഫിഷ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. കാരണം നമുക്കിങ്ങനത്തെ റിസ്കുകൾ വരികയാണ്. ഈ എണ്ണകളുടെ കാര്യം പറയുമ്പോൾ ശരിക്കും ഈ ഇങ്ങനെ സജഷൻ ഉണ്ട്, ഇത്രയും ആണ് എണ്ണ ഒരു അഡൽട്ട് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഇത്രയാണ് കഴിക്കേണ്ടത്. അങ്ങനെ 10 ഗ്രാമെന്നോ 15 ഗ്രാമെന്നോ അങ്ങനെയൊക്കെ ഉള്ള അളവുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് പ്രാക്ടിക്കലി ആ തോതിൽ കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് തിരിച്ചറിയാൻ സാധിക്കുക? നമ്മുടെ റെക്കമെൻഡേഷൻസിൽ പണ്ടുണ്ടായിരുന്ന എന്തോ എനിക്ക് 65 ഗ്രാംസ് ഓയിൽ എന്നാണ്. അതായത് ഡയറക്റ്റ്ലി വിസിബിൾ ഓയിൽ 65 ഗ്രാമോ എന്തോ ആയിരുന്നു. അത് എനിക്കൊന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നപ്പോൾ 50 ആയിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം ഒബീസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല 15 അല്ല 15 ആവില്ല. 15 ml എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 50 ഓർ സംതിങ് ആണ്. പക്ഷെ അതെല്ലാം ഡിപ്പെൻസ് ഓൺ അതിനകത്ത് എന്ത് ഇതാണ്, അവർ ഓവർ വെയിറ്റ് ആണോ എന്നാണ്. നമുക്ക് നമ്മളുടെ omega-3 omega-6 ഒരു 3 ഗ്രാം വെച്ച് കിട്ടിയാൽ, പിന്നെ ഒരു omega-9 കൂടെ കിട്ടിയാൽ, അതായത് ഒളിവ് ഓയിലിൻ്റെ സാധനം ഒരു 3 ഗ്രാമെങ്കിലും കിട്ടിയാൽ നമ്മളൊരു സ്റ്റേബിൾ ബോഡി ഉള്ളവർക്ക് ധാരാളം മതിയാവും. ഈവൻ പോയിട്ട് അത് ആ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയാൽ മതി. ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓയിലിൻ്റെ അളവ് കുറയ്ക്കുക. അവരുടെ ബോഡിയിൽ നിന്ന് ഓയിൽ ഇറങ്ങിപ്പോകണം. അതായത് നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നത് ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ അല്ലേലും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ആർത്രൈറ്റിസ്, തൈറോയിഡ് ഓർ വാട്ടെവർ, ഈ SLE, ഇങ്ങനെ സോ മെനി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. ഈ omega-6 സാച്ചുറേറ്റഡ് ഫാറ്റോ പ്രത്യേകിച്ചും ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് നമ്മളുടെ ബോഡിയിൽ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഈ അലർജി, ആസ്മ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇതെല്ലാം. ഇപ്പം ഇതിൽ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് പോലും കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് നമ്മൾ ഞാനിപ്പോൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ എന്താ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അതിനെ കളയുക, മസിലും ബോണും ബിൽഡപ്പ് ചെയ്യുക. അപ്പം നമ്മളുടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണ്. മസിലും ബോണും കുറവുമായിരിക്കും, ഫാറ്റ് ഒത്തിരി കൂടുതലുമായിരിക്കും. അപ്പം ഈ ഫാറ്റിനെ എങ്ങനെയായാലും കളഞ്ഞേ പറ്റുള്ളൂ. ആ ഫാറ്റ് പോകുന്ന കൂടെ നമ്മുടെ ബോഡിയിൽ വന്നിരിക്കുന്ന ഈ കുറേ ടോക്സിൻസും കൂടെ ഇറങ്ങിപ്പോകും. പലതും അതിനകത്തായിരിക്കും പോയി സ്റ്റോർ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഫാറ്റ് കുറയുന്നതനുസരിച്ച് അതും കൂടെ ഇറങ്ങിപ്പോകും. അതാണ് നമ്മൾ ഇതിനകത്ത് ശ്രമിച്ച് നോക്കുന്നത്. അപ്പോൾ എന്ത് വേണം, നമ്മളുടെ ഫാറ്റിൻ്റെ അളവ് ഏറ്റവും കുറവായിരിക്കണം. നമ്മൾ കഴിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റും എല്ലാവരും അതുപോലെ കാർബോഹൈഡ്രേറ്റും കുറയണം. കാർബോഹൈഡ്രേറ്റ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫാറ്റിനെ ഉപയോഗിക്കുകയില്ല. നമ്മൾ ഈ ഫാറ്റിനെ എന്തിനാണ് നമ്മൾ ബോഡി കൊണ്ടുവച്ചിരിക്കുന്ന, ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു 15 to 20 ഒരു 15% ഫാറ്റ് മതി നമുക്ക് ബോഡിക്ക് നമ്മളുടെ അതിനൊരു പ്രൊട്ടക്റ്റീവ് ഇതായിട്ട് നിൽക്കാൻ. 15% നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉണ്ടാകണം. ആ ഫാറ്റാണ് നമ്മുടെ സ്കിന്നിനടിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ എമർജൻസി ആവശ്യങ്ങൾക്ക് എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും ഒക്കെ ഫാറ്റ് വേണം. അപ്പോൾ അതൊരു 15, ലേഡീസിനാണെങ്കിൽ അപ് ടു ഒരു 25 വരെ, അറൗണ്ട് ഒരു മാക്സിമം ലേഡീസ് ആണെങ്കിലും ഒരു 20 നിർത്താൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. പ്രത്യേകിച്ച് അസുഖങ്ങളുണ്ട്. അപ്പം നമ്മളിത് കുറച്ചുകൊണ്ട് വന്ന് ഒരു അറൗണ്ട്, ആണുങ്ങളിലാണെങ്കിൽ ഒരു അറൗണ്ട് 15%, ലേഡീസിനാണെങ്കിൽ അവർ ജനറലി അവരുടെ ആ ഹോർമോൺ സ്ട്രക്ചർ അനുസരിച്ച് കുറച്ചും കൂടെ ഫാറ്റ് കൂടുതലായിരിക്കും, ഒരു 25 താഴെ കൊണ്ടുവരാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ വരുത്താൻ പറ്റണമെങ്കിൽ അപ്പോൾ അത് ഏത് ഫാറ്റാണെങ്കിലും അത് ഉപയോഗിച്ച് പോകണം. omega-6 ഉണ്ടെങ്കിലും ഉപയോഗിച്ച് പോകണം. നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന
ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ആണെങ്കിലും ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആകെ ബാക്കിയുള്ള കാലറി കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ കാലറി കുറച്ചാൽ കാർബോഹൈഡ്രേറ്റും കുറയ്ക്കണം, നമ്മളുടെ ഉപയോഗത്തിൻ്റെ ഫാറ്റും കുറയ്ക്കണം. അതേസമയത്ത് നമുക്ക് ഒമേഗ-3 നമുക്ക് വേണം, നമ്മുടെ ബോഡിയിൽ ഒട്ടും ഉണ്ടാവില്ല അത്. ഈ ഒമേഗ-3 ആണ് നമുക്ക് ഹീലിങ്ങും പുതിയ സെല്ല് ഉണ്ടാകുമ്പം അതിന് അതിൻ്റെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒമേഗ-3യും 6ഉം 9ഉം ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് സെൽ ആക്ച്വലി. ഈവൻ നമുക്ക് അസുഖമുള്ളവർക്കാണെങ്കിൽ ഒമേഗ-3 വീണ്ടും കൂട്ടുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ സെല്ലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അതിൻ്റെ നമുക്ക് ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സെല്ലിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി കൂടും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന, അതായത് സെല്ലിനകത്തേക്ക് ന്യൂട്രിയൻ കയറുന്നതും പുറത്തേക്ക് വേസ്റ്റ് പോകുന്നതും എല്ലാം സ്മൂത്ത് ആവും. അതാണ് കാരണം സെല്ലിനെ ഉണ്ടാക്കുന്ന ആ വോൾ ഉണ്ടാക്കിയേക്കുന്നത് ഫാറ്റാണ്. ഈ ഫാറ്റി ആസിഡ് ബൈലെയർ എന്ന് പറയും. അതായത് ട്രൈഗ്ലിസറൈഡിൻ്റെ ഒരു ബൈലെയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കിടക്കുക. ഒരു പടമൊക്കെ ഇപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഈ എല്ലാം ഉണ്ടല്ലോ, നമ്മൾ വിക്കിപീഡിയയും ഗൂഗിളും ഇതൊക്കെ വരുമ്പോഴേക്കും അത് നമുക്കൊരു സെൽ വാളിൻ്റെ പടം തന്നെ കാണുമ്പോൾ അറിയാം. അതിനകത്ത് ഈ ഒമേഗ-3 ആയിട്ടുള്ള പ്രത്യേകിച്ച് DHA EPA ഒക്കെ കൂടുതൽ വരുമ്പോഴേക്കും ആ സെല്ല് ഭയങ്കര യങ് ആയിരിക്കും. അപ്പം നമ്മുടെ ബോഡി തന്നെ അപ്പം അത്തരം ഫാറ്റ് വെച്ചിട്ടുണ്ടാക്കി സെല്ലുള്ള ബോഡി യങ്ങായി മാറും, അവരുടെ അസുഖങ്ങൾ മാറും. അതാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കൂടുതൽ ഈ ഒമേഗ-3, 6, 9ൻ്റെ റേഷ്യോ കറക്റ്റ് ചെയ്യാനും പിന്നെ ഈ നമ്മുടെ ഫാറ്റിനെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ചില വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഒപ്പം കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന് എനർജി ആക്കി ATP ആക്കി മാറ്റണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓക്സിജൻ വേണം. കാരണം ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓക്സിജൻ വേണം. അപ്പം നമ്മൾ കൂടുതൽ ഓക്സിജൻ നമ്മുടെ ബോഡിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. അത് എല്ലാ ഭാഗത്തിലേക്കും രക്തയോട്ടം കൂടണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഫാറ്റിൻ്റെ അളവ് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക. പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ആണെങ്കിൽ. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ നെർവ്സിന് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് വേണം. അതാണ് അവർക്ക് ഏറ്റവും ഈസി ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു കീറ്റോൺ ബോഡിയൊക്കെ യൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് അപ്പോൾ ഒരു 50 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ബോഡി മാനേജ് ചെയ്തോളും സ്മൂത്തായിട്ട്. അപ്പോൾ ആ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഫാറ്റിൽ നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഒമേഗ-3, 6, 9 ഉണ്ടാവണം. സാച്ചുറേറ്റഡ് ഫാറ്റ് ഓൾറെഡി ഓവർ വെയ്റ്റും ഫാറ്റും ആയിട്ടുള്ളവർക്ക് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഫാറ്റുകൾ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. ബാക്കി ഫാറ്റുകൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. പിന്നെ ഇൻഡയറക്റ്റ് ഫാറ്റിൽ മാത്രമേ ഉള്ളൂ ശരിക്കും ഈ ഒമേഗ-3 കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളുടെ ചാള പോലെയുള്ളത് വേണം, അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ഫുഡായിട്ട് വരുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, ഉലുവ. നമ്മൾ ഡയബറ്റീസുകാർക്കൊക്കെ നല്ലതാണെന്ന് പറയല്ലേ ഉലുവയിട്ട് വെള്ളം. അതിൻ്റെയൊക്കെ പ്രത്യേകത അതിനകത്ത് കുറച്ച് ഒമേഗ-3 ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ചില ഈ ലീവ്സായിട്ട് പറയുന്ന പാസി ഇങ്ങനത്തെയൊക്കെ വെരി ഗുഡാണ്. അതിനകത്ത് വെരി മിനിമൽ ഒമേഗ-3 ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ കഴിക്കുന്ന ഓയിലെല്ലാം ഒത്തിരി ഒമേഗ-6 ആണുള്ളത്. അപ്പോൾ ആ പ്രൊപ്പോർഷൻ മുഴുവൻ തെറ്റിപ്പോകുന്നു. നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് നമ്മളുടെ ജനറ്റിക്കലി നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ഒമേഗ-3, 6 ബാലൻസ് 1:1 ആയിരിക്കണം. നമ്മൾ കുക്കിംഗ് ഓയിലായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുടെ ഒമേഗ-3, 6 ബാലൻസ് 1:5 ഒമേഗ-6ൻ്റെ 70 ആയിട്ട് മാറും. 70 ഈവൻ അതുപോലും ഇല്ല. കാരണം അതിനകത്ത് അത്രയും പോലും ഉണ്ടാവില്ല. അത്ര ഈ നമ്മൾ ഈ ഓയിലിനെ ബേസ് ചെയ്ത് നമ്മുടെ ഈ ഒമേഗ-3, 6 ബാലൻസ് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ നട്ട്സ് വരുമ്പോഴും ഷിഫ്റ്റ് ചെയ്യും. ഈവൻ നമ്മൾ ബെസ്റ്റായിട്ട് പറയുന്ന നട്ട്, ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മൾ ഹെൽത്തിന് വേണ്ടി കഴിക്കുന്ന നട്ട് വാൾനട്ടാണ്. അതിൽ പോലും ഒമേഗ-3, 6 ബാലൻസ് 1:5 ആണ്. അതായത് അതിൻ്റെ 10% ഉള്ളൂ ഒമേഗ-3, 50% ഒമേഗ-6 ആണ്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഉള്ളപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയും വാൾനട്ടും പാടില്ല. അതുമാത്രമല്ല വാൾനട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒമേഗ-3യും 6 ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളത് പെട്ടെന്ന് ഡാമേജ്ഡ് ആവാം. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആൻറ്റി ഓക്സിഡൻസ് വേണം. ഈ വാൾനട്ടൊക്കെ പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് എക്സ്പോസ്ഡ് ആണ്. നമ്മൾ പൊട്ടിച്ചപ്പം തിന്നുന്ന ഒരു വാൾനട്ടും പിന്നെ ഇങ്ങനെ നമ്മൾ ഈ ചാക്കിനകത്തൊക്കെ കണ്ടതിനകത്തൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണല്ലോ നമ്മൾ ഈ മേടിച്ച് കഴിക്കുന്നത് വാൾനട്ടിനെ അതിൻ്റെ കവറിൽ നിന്ന്. അപ്പോൾ ആ ഷെല്ല് പോകുന്നതോടെ അത് ഡാമേജ്ഡ് ആകും, അത് ഓക്സിഡൈസ്ഡ് ആകും.
ഈ omega-3 നമ്മൾ കൂടുതലുള്ളത് കഴിക്കുമ്പോഴും സൂക്ഷിക്കണമെന്നുള്ളത്. omega-3 ഉം 6 ഉം. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓക്സിഡൈസ്ഡ് ആകും. ഈവൻ നമ്മുടെ ബോഡിയിൽ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ ഈ omega-3 ഒക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അതിനനുസരിച്ച് ആൻറ്റി ഓക്സിഡൻസും കൂടെ വരണം. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ 3, വൈറ്റമിൻ ഇ, സെലനിയം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റ്. അതും കറക്റ്റായിട്ടല്ലെങ്കിൽ അത് ചിലപ്പം ഡാമേജിങ് ആയി മാറും. അപ്പം അതാണ് ഫ്ലാക്സീഡ് ഓയിലിൽ omega-3 കൂടുതലുണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല അതിന് വേണ്ട, അതിനെ ഉപയോഗിക്കണമെങ്കിൽ അതിനെ ഓക്സിഡൈസ്ഡ് ആയി പോകാതെ നോക്കാനും അതിനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വേറെ അതിനെ യൂട്ടിലൈസ് ചെയ്ത് അതിനെ ഈ ഫ്ലാക്സീഡ് ഓയിലൊക്കെ ഉള്ളത് ഒരു ടൈപ്പ് ഓഫ് ലിനോളിനിക് ആസിഡ് എന്ന് പറയും. അതിനെ മാറ്റി നമ്മളുടെ ബോഡിക്ക് വേണ്ടത് ശരിക്കും ലിനോളിനിക് ആസിഡ് അല്ല, അതിൻ്റെ 18 കാർബൺ ആറ്റം. അതായത് ലിനോളിനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ omega-3 18 കാർബൺ ആറ്റം ഉള്ള ഇതാണ്. അതാണ് നമ്മൾ ഈ ഫ്ലാക്സീഡ് ഓയിൽ, വാൾനട്ട് ഇതിലൊക്കെ ഉള്ളത്. അതിനെ നമ്മുടെ മാറ്റി അതിനെ കാർബൺ ആഡ് ചെയ്ത് 20 കാർബൺ ഉള്ളതും 22 കാർബൺ ഉള്ള DHA ആക്കണം. അപ്പം അതിന് വേണ്ട പ്രോസസ്സിങ്ങിന് കുറേ വൈറ്റമിൻസും മിനറൽസും എല്ലാം വേണം. അതിന് വേണ്ട ന്യൂട്രിയൻ്റ് എല്ലാം കൊടുത്താലേ ഈ സാധനം കഴിച്ചുകൊണ്ട് ഗുണമുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അത് കഴിക്കുന്ന രീതിയും അതിൻ്റെ ഇതുമൊക്കെ ഇല്ലെങ്കിൽ, അത് കറക്റ്റായിട്ടല്ലെങ്കിൽ പലർക്കും അത് അതിനോടൊരു അലർജി പോലെ ബിൽഡ് ചെയ്യും. അപ്പം അതും കൊള്ളൂല. അതിന് കറക്റ്റ് യൂസേജും കൂടെ ചെയ്താൽ മാത്രമേ ഈ ഫുഡിൻ്റെയൊക്കെ അതാണൊരു പ്രത്യേകത. നമ്മൾ ഈ ഭക്ഷണത്തിലുള്ള ഒരു സാധനം നല്ലതെന്ന് പറഞ്ഞാലും അതിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ മറ്റു കുറേ ന്യൂട്രിയൻസ് വേണ്ടി വരും. അപ്പം ഇത് മാത്രം കഴിച്ചു മറ്റത് കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോൾ നെഗറ്റീവ് ഇഫക്റ്റും വരുത്തിയെന്നിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെയാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ സപ്പോർട്ട് ന്യൂട്രിയൻ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ഈ പ്രപ്പോർഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫാസ്റ്റായിട്ട് ഈ റിസൾട്ടും കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും ഇപ്പോൾ പേഷ്യൻസൊക്കെ അത്ര ഫാസ്റ്റ് റിസൾട്ടാണ് വരുന്നത്. പിന്നെ ഇന്ന് തന്നെ ഒരു പേഷ്യൻ്റ് പറയുന്നു, അയാളുടെ ഡയബറ്റീസും ഒക്കെയാണ് പ്രശ്നം, അയാൾക്ക് ഭയങ്കര ജോയിൻറ്റ് പെയിനുമാണ്. അപ്പം അതായിട്ടാണ് തുടങ്ങിയത്. 8th ഡേ വന്നപ്പോൾ പറയാം 75 to 80% എൻ്റെ ജോയിൻറ്റ് പെയിനൊക്കെ പോയിട്ടുണ്ട് ഇപ്പം. പിന്നെ എനിക്ക് ഒരു 3 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് ട്രാവലൊക്കെ വരുന്നുണ്ട്, അപ്പോഴേക്കൊക്കെ ശരിയാക്കും. ഒരാഴ്ച കൊണ്ട് 70% പോയെങ്കിൽ പിന്നെ നമ്മൾ ഇൻസുലിനും ഡയബറ്റീസിനും 3-4 മരുന്ന് എടുത്തുകൊണ്ടിരുന്ന ആളുടെ റീസണബിളി ഷുഗർ കൺട്രോളായി. ഈ വേദന ഉണ്ടായിരുന്ന ആൾ ഒരാഴ്ച കൊണ്ട് 8 ഡേയ്സ് കൊണ്ട് 70% പോയെങ്കിൽ പിന്നെ നമ്മൾ മിനിമം ട്രീറ്റ്മെൻറ്റ് ടൈം പറയുന്നത് 3 months ആണ്, 90 days. പിന്നെ നമ്മളത് കുറച്ചുകൊണ്ട് വന്ന് 6 months ആയാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടവർക്ക് ഇപ്പോൾ അവരുടെ രോഗത്തിൻ്റെ അനുസരിച്ച് വേണമെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 3 months കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ളെങ്കിൽ അവർക്ക് ഒത്തിരി ഓവർ വെയ്റ്റും ഇല്ലാത്തവരാണെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയി അവർക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ബാക്കി അതായത് നമ്മുടെ ബോഡിയിൽ ഒരു 3 മാസം കൊണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് 90% ഓഫ് ദി സെല്ല് മാറി പുതിയത് വരും. ഈ പുതിയത് വന്ന സെല്ലുകളൊക്കെയാണ് പിന്നെ 10% ഉള്ളൂ. അവരെ കൂടെ അതിന് വേണ്ടതൊക്കെ ഒരു പരിധി വരെ പലർക്കും കറക്റ്റായിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കിട്ടിയെന്നിരിക്കും. പക്ഷെ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോ ലെവലിൽ മറ്റതും കൂടി എടുക്കുക. അതാണ് അതിനകത്ത് പ്രിൻസിപ്പിൾ. സ്വയം പഠിച്ചെടുത്ത് സ്വന്തം ബോഡിയെ മനസ്സിലാക്കി മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.